എല്ലാവരും പറയും എവിടെ നിന്നാണ് ഇത്രയും ഉളുപ്പില്ലായ്മ എനിക്ക് കിട്ടിയത്. ഒരു തവണ എൻ്റെ അറ്റംപ്റ്റ് ഫെയിലായി അടുത്ത തവണ നിർത്തണം എന്നൊന്നും എനിക്കില്ല, എനിക്ക് വീണ്ടും കൊടുക്കാം. കാരണം അത് എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയ ഒരു എൻകറേജ്മെൻറ്റ് ഉണ്ട് എപ്പോഴും. ഇപ്പം നമ്മൾ അതുവരെ ക്ലാസ്സിൽ അങ്ങനെ കയറിയിട്ടില്ല, പ്രോപ്പർ ഇത് ചെയ്തിട്ടില്ല. അങ്ങനെ ആൾക്കാർക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ എപ്പോഴും നമുക്ക് തന്നെ അത് ബെനിഫിറ്റായി വരും എന്നുള്ളത് ടീച്ചർ എന്ന് പറഞ്ഞു തന്ന സാധനം ഞാൻ എപ്പോഴും ലൈഫിൽ വാല്യൂ സിസ്റ്റമായിട്ട് കീപ്പ് ചെയ്യുന്നതാണ്. ശരിക്കും ഇത് ഞാൻ പറഞ്ഞു, ഞാൻ ആശ ടീച്ചറിനുള്ള ഗുരുദക്ഷിണയായിട്ട് ഞാൻ ടീച്ചറിനോട് പറഞ്ഞു. ടീച്ചർ ഇറങ്ങുന്നതിന് മുന്നേ തന്നെ എൻ്റെ ഈ പഞ്ചവത്സര പദ്ധതിയിലുണ്ടായിരുന്ന പരീക്ഷ പൂർത്തിയാക്കിയതിൽ എനിക്ക് സന്തോഷമാണ്. ദക്ഷ റെപ്രസെൻറ്റ്സ് ദി ഇൻസ്റ്റിറ്റ്യൂഷണൽ കണ്ടിന്യൂറ്റി ഓഫ് ദ സ്കൂൾ. റീവാലുവേഷൻ എടുത്ത് നോക്കിയപ്പോൾ അതിനകത്ത് 95+6 11 എഴുതി വെച്ച പേപ്പറാണ് എൻ്റെ. അപ്പോൾ ആശ ടീച്ചർ എന്നെ ഇങ്ങനെ നോക്കി, എന്താ ഇത് ക്ലാസ്സിലിരുന്ന് പഠിക്കുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് ബിയോണ്ട് അതിലേക്ക് കുറേ നമുക്ക് ഇൻസൈറ്റ്സും കാര്യങ്ങളും ഒക്കെ തന്നിട്ടുള്ള ഒരു സ്ഥലമാണ്. ഞാൻ എന്ത് കിട്ടുന്നോ അതിൽ സമാധാനം. ഓക്കെ, ഇത് മതി ആയിക്കോട്ടെ, സന്തോഷം എന്നുള്ളതാണ്. ഈ പറഞ്ഞ പോലെ 2021 ഓഗസ്റ്റിൽ തുടങ്ങിയ ജേണി ഈ 2026 തീരണം. Hari Om Siddharth. Hari Om teacher. Actually, I feel privileged or honored to interact with one of our greatest alumni, Siddharth here. So, can I ask you some questions, Siddharth? ഉറപ്പായിട്ടും. Sure. സിദ്ധാർത്ഥിന് some of the fondest memories, അല്ലെങ്കിൽ ആരാണ് സ്കൂളിലെ ഏറ്റവും കൂടുതൽ ടീച്ചേഴ്സിൽ യു ഫൈൻഡ് സ്പെഷ്യൽ? അങ്ങനെ ഒരാളെ സ്പെഷ്യൽ എന്ന് ഞാൻ ഒരു പോയിന്റിലും പറയില്ല ടീച്ചർ. കാരണം ഈ പറഞ്ഞ പോലെ ഞാനിവിടെ വരുമ്പോൾ വെൽക്കം ചെയ്യുന്ന ഷീല ടീച്ചറാണ്. ടീച്ചർ ഇന്ന് അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ കൂടെ ഇല്ല. അപ്പോൾ ടീച്ചറിനെയാണ് ഏറ്റവും കൂടുതൽ ഓർമ്മ. കാരണം ഞാൻ നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ അത് ഭയങ്കര ഷിഫ്റ്റാണ്. കാരണം അവിടെ ഭയങ്കര റൂറൽ ഏരിയ എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എനിക്കങ്ങനെ ഇംഗ്ലീഷിൽ അത്ര ഞാൻ പ്രൊഫഷൻ്റ് ആയിട്ടുള്ള ഒരാളല്ല. പക്ഷേ വീക്ക്നെസ്സിന് ഒരുപാട് ടീച്ചർ കൂടെ നിന്ന് ഇത് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഒരു കാര്യങ്ങൾ കൺസേൺസ് പല പോയിന്റിലും ടീച്ചർ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഷീല ടീച്ചർ എന്നും ഒരു ഏറ്റവും നന്ദിയോടെ സ്നേഹത്തോടെ ഓർക്കുന്ന ഒരാളാണ്. പിന്നീട് ഈ ബിജു സാറാണെങ്കിലും, സാറാണ് ഞങ്ങളുടെ RB പോയപ്പോൾ ടീച്ചർ ഓർമ്മയുണ്ട്. ഞാനും സൂര്യഗിരീഷേണ്ടും പോകുമ്പോൾ ബിജു സാറാണ് ഞങ്ങളുടെ കൂടെ 2 വട്ടവും മുംബൈ, ഹൈദരാബാദ്, കൊൽക്കത്ത നമ്മളങ്ങനെ പല ട്രിപ്പുകളെല്ലാം പോയത് സാറിൻ്റെ കൂടെയാണ്. ഹരിജ ടീച്ചർ, ഞാൻ ഇപ്പോൾ പറഞ്ഞു KSൻ്റെ ഇൻ്റർവ്യൂവിൽ എനിക്ക് ഹരിജ ടീച്ചർ എന്നെ നുള്ളി ചോദിച്ച ചോദ്യമാണ് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ളത്. പിന്നെ ആശ ടീച്ചർ ആയാലും ടീച്ചറാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഏറ്റവും കൂടുതൽ ടീച്ചർ എന്നെ പഠിപ്പിച്ചിട്ടില്ല, പക്ഷേ എൻ്റെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അറിയാവുന്ന അനിത ടീച്ചറിനാണ്. പിന്നെ ദിവ്യ ടീച്ചറുമാണ് എന്നെ എപ്പോഴും അന്വേഷിക്കുകയും കാര്യങ്ങൾ ചെയ്യുന്നത്. പിന്നെ ക്ലാസ് ടീച്ചേഴ്സ് ആയിരുന്ന ഗോപിക ടീച്ചർ, ഷിഞ്ചു ടീച്ചർ, സൗമ്യ ടീച്ചർ. അപ്പം പല പോയിന്റിൽ ഈ ടീച്ചർമാരെല്ലാം എന്താ പറയണ്ടേ പല രീതിയിൽ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. എല്ലാ കാലത്തും ഞാൻ എൻ്റെ ഓരോ ലൈഫിലെ മൊമെൻറ്റ്സും എല്ലാം എപ്പോഴും അന്വേഷിക്കുകയും അതിൽ എന്നെ പോലെ തന്നെ ഹാപ്പി ആവുകയും ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഒരു ടീച്ചറായിട്ട് ഞാൻ പോയിന്റ് ഔട്ട് ചെയ്യില്ല. ഞാൻ പറയാൻ തുടങ്ങിയ ഇവിടുത്തെ എല്ലാ ടീച്ചർമാരെ കുറിച്ചും പറയാൻ എനിക്ക് കഥകളുണ്ട്. ആക്ച്വലി സിദ്ധാർത്ഥയുടെ വരുന്നത് 7th. സോ വന്ന് കയറിയപ്പോൾ ഹൗ ഡിഡ് യു ഫീൽ അബൌട്ട് അവർ സ്കൂൾ? ഭയങ്കര ഡിഫറൻസ് ആയിരുന്നു ടീച്ചർ. ഞാൻ പറഞ്ഞ ഒന്ന് ഈ പറയുന്ന പോലെ ഞാൻ പരൂരെന്ന് പറയുന്ന എൻ്റെ ഒരു കൊല്ലം ട്രിവാൻഡ്രം ബോർഡറിലാണ് ഞാൻ പഠിച്ച ഇടവ എന്ന് പറയുന്ന ഒരു സ്കൂളിലാണ്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ കംപ്ലീറ്റ്ലി ഒന്ന് അവിടെ ഇംഗ്ലീഷ് മീഡിയം ആണെങ്കിലും മൊത്തം മലയാളമാണ്, ഇവിടെ ഫുൾ ഇംഗ്ലീഷാണ്. അപ്പോൾ എനിക്കത് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ അതേപോലെ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ ഈ സിറ്റി സ്പേസിലേക്ക് വരുന്നതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ ഇൻട്രാക്ട് ചെയ്യാൻ ഞാൻ ഈ പറയുന്ന പോലെ അന്ന് ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക് ആൾക്കാരോട് സംസാരിക്കാൻ. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ വേറെ കുറേ ഷിഫ്റ്റുകളുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റത് ഞാൻ സ്കൂളിൽ ഇവിടം വരെ ഇത് വിട്ട് ടൈ കെട്ടി അങ്ങനെയാണ് സ്കൂളിൽ പോവുക. അവിടെ എപ്പോഴും ബെഞ്ചിലൊരു ഞാൻ ഇവിടെ വന്നിട്ട് ഏറ്റവും ആദ്യം എനിക്ക് ഓർമ്മയുള്ളൊരു കാര്യം ഞാനിവിടെ വടി കാണുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ അവിടെ എപ്പോഴും ഒരു ചൂരൽ എപ്പോഴും ആ സ്കൂളിൽ മേശപ്പുറത്തും ഉണ്ടാവും. അപ്പോൾ അത് മോശമാണെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ എന്നിരുന്നാൽ പോലും അങ്ങനെ ഒരു സംഭവം ഇവിടെ ഇല്ല. എനിക്ക് ഇവിടെ ഒരു പോയിന്റിൽ ഞാൻ അങ്ങനെ ഒരു ഇത് കണ്ടിട്ടില്ല. അപ്പോൾ അതായിരുന്നു എൻ്റെ ആദ്യത്തെ ഒരു ഇമ്പ്രഷൻ, ആദ്യത്തെ ഒരു അത്ഭുതം. ഇവിടുത്തെ ടീച്ചർമാർക്ക് എന്താണ് വടി ഉപയോഗിക്കാൻ ആവശ്യമില്ലാത്തതെന്നുള്ളതായിരുന്നു. ഇവിടെ സ്കൂളിൽ വന്ന് ജോയിൻ ചെയ്തു. ഞങ്ങൾക്ക് എൻ്റെ ഓർമ്മയിലും ഞാൻ സിദ്ധാർത്ഥനെ പഠിപ്പിച്ചിട്ടില്ല ശരിയാണ്, പക്ഷെ ഓർമ്മയിലും ഒരു ആദ്യമൊന്നും അധികം വർത്തമാനവും ഭയങ്കര ക്വയറ്റായിട്ടൊരു കുട്ടിയായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ സ്ലോലി ദ ചേഞ്ച് സ്റ്റാർട്ടഡ് ഇൻ യു. ഐ തിങ്ക് അതൊരു ക്വിസിലാണ് തുടങ്ങുന്നതെന്ന് തോന്നുന്നു അല്ലേ? ക്വിസിൽ നമ്മുടെ ആരുമായിട്ടായിരുന്നു സൂര്യഗിരീഷുമായിട്ട് ജോയിൻ ചെയ്ത് പോയി തുടങ്ങിയാണ്. ഐ തിങ്ക് ദെൻ യു ഷിഫ്റ്റഡ് ടു എലക്യൂഷൻ, ഡിബേറ്റ് ആൻഡ് ഓൾ. ആ ഒരു ജേർണി എങ്ങനെയായിരുന്നു? ഇതിൽ ശരിക്കും ഈ പറഞ്ഞതുപോലെ ഇതിന് മുന്നേ ചില സംഭവങ്ങളുണ്ട് ടീച്ചർ. അതായത് ഞാൻ നേരത്തെ പേര് പറയാൻ വിട്ടുപോയതാണ്, പക്ഷേ ടീച്ചറിൻ്റെ പേര് പറയുന്നത് ഇവിടെ കംപ്ലീറ്റ് പ്രഭജ ടീച്ചർ.
പ്രഭജ ടീച്ചറാണ് എന്നെ ഈ ആരും അറിയാതെ ഒരു ക്ലാസ് മുറിയിൽ ഇരുന്ന് എന്നെ എടുത്ത് ഈ പറയുന്ന പോലൊരു ഇതിലേക്ക് കൊണ്ടുവരുന്നത് പ്രഭജ ടീച്ചറാണ്. അതിൻ്റെ കാരണം എൻ്റെ 2 ഫ്രണ്ട്സാണ്, മിഥുനും കനിത്തും. ഇവർ രണ്ടുപേരുമാണ്. കാരണം ഞാനിവിടെ ഇല്ലാത്തൊരു ദിവസം അന്ന് ഈ പറഞ്ഞ പോലെ വിദ്യാരംഗം എന്ന് പറഞ്ഞ് നമുക്ക് അന്ന് ഇതുണ്ട്, വിദ്യാരംഗത്തിൻ്റെ കലോത്സവമാണ്. അപ്പോൾ ടീച്ചർ വാസ് സെർച്ചിങ് ഫോർ എ പേഴ്സൺ. ലിറ്റററി ക്വിസിന് പോകാൻ, സാഹിത്യ ക്വിസിന് പോകാൻ ഒരാൾ വേണം. ഞാനാണെങ്കിൽ ഞാൻ പേര് കൊടുക്കില്ല, ഞാൻ മാറി എവിടെയെങ്കിലും ഇരിക്കും. ഞാൻ ഇല്ലാത്ത ദിവസം ആയതുകൊണ്ട് ഇവരെൻ്റെ പേര് കൊടുത്തു. മിഥുനും കരുത്തുമാണ് എൻ്റെ പേര് കൊടുക്കണം. അപ്പോൾ അന്ന് നമ്മുടെ ജൂനിയറായിട്ട് പഠിച്ച താരയാണ് എൻ്റെ ടീംമേറ്റ്. അപ്പോൾ നമ്മൾ പോയി നമ്മൾ സബ് ജില്ലാ ലെവലിൽ പ്രൈസ് അടിച്ചു. അപ്പോഴാണ് ആൾക്കാർക്ക് മനസ്സിലാവുന്നത് ഇങ്ങനെ ഒരാൾ ഈ സ്കൂളിൽ ഉണ്ട് എന്നുള്ള ഒരു കാര്യം. ഞാനന്ന് വന്നിട്ട് എനിക്ക് തോന്നുന്നു 1 year കംപ്ലീറ്റ് ആവാറായ സമയത്താണ്. അപ്പോൾ ഇവരാ രണ്ടുപേരുമാണ് എന്നെ ഇങ്ങനെ പുഷ് ചെയ്ത്, ഇവർ കനിത്തും മിഥുനുമാണ് എന്നെ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് പോകാൻ എപ്പോഴും പുഷ് ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം ഈ പറഞ്ഞ പോലെ അടുത്ത വർഷമാണ് എഗെയിൻ ഈ കോയിൻസിഡൻസ് എന്നൊക്കെ പറയുന്ന ഒരു കാര്യം പോലെയാണ്. നമ്മളിവിടെ നിന്ന് സുവാൻ മ്യൂസിയത്തിൻ്റെ വന്യജീവി വാരാഘോഷത്തിൻ്റെ ക്വിസ് കോമ്പറ്റീഷന് പോകാനായിട്ട് ദിവ്യ ടീച്ചർ പറഞ്ഞിട്ട് ഞാനും കനിത്തും കൂടെ പോയി. അശ്വിനും ഉണ്ട്. ഞങ്ങൾ 3 പേരും കൂടെ പോയി. ഞങ്ങളോട് ടീമാണെന്ന്, ഞങ്ങൾ ഇൻഡിവിജ്വലാണെന്നും പറഞ്ഞാണ് ചെല്ലുന്നത്. അപ്പോൾ ഞാനാണ് ആദ്യം എത്തുന്നത്. ആദ്യം എത്തി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞപ്പോൾ സൂര്യഗിരീശൻ അവിടെ ഉണ്ട്. അപ്പോഴാണ് അവിടെ പറയുന്നത് ഇത് ടീം ഇവൻ്റാണ്, ഇതിൽ ഒരു ടീമിനെ പങ്കെടുക്കാൻ പറ്റും. അപ്പോൾ സൂര്യഗിരീശേട്ടൻ വന്നപ്പോൾ അവിടെ സ്കൂളിൽ നിന്ന് ആദ്യം വന്നത് ഞാനാണ്. അന്ന് അവിടെ നിന്ന് ശരിക്കും വരേണ്ടിയിരുന്നത് എനിക്ക് തോന്നുന്നു കാർത്തികേട്ടനാണ്. അപ്പം സൂര്യഗിരീശേട്ടൻ അവിടെ പറഞ്ഞു ഇവിടെ ഓൾറെഡി ആളുണ്ട്, അപ്പോൾ കാർത്തികേട്ടന് വരാൻ പറ്റിയില്ല. ഞാൻ അങ്ങനെ ഒരു ആക്സിഡൻ്റൽ ടീംമേറ്റാണ് സൂര്യഗിരീശേട്ടൻ്റെ ഫസ്റ്റ് ക്വിസിൽ. പക്ഷെ അവിടെ നമ്മൾ പ്രൈസ് അടിച്ചു. പിന്നെ പുള്ളി എന്നെ എല്ലായിടത്തും ഞാനായി ടീംമേറ്റ്. അപ്പോൾ ഈ പറഞ്ഞ പോലെയാണ്, ഇത് സംതിങ്സ് എവിടേക്കോ വർക്ക് ചെയ്തിട്ടാണ് ഞാൻ ഈ ഇതിലേക്ക് വരുന്നത്. പിന്നെ കംപ്ലീറ്റ്ലി നമ്മുടെ 10th വരെ സൂര്യകൃഷ്ണൻ ഉണ്ടായിരുന്ന സമയത്തെല്ലാം ക്വിസിൽ പുള്ളിയുടെ പാർട്ണറായിട്ട് പോകാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ കനിത്തുമായിട്ട് ഞാൻ ടീം ചെയ്തിട്ടുണ്ട്, അശ്വിനായിട്ട് ടീം ചെയ്ത്, വിഷ്ണു, ശ്രീഗോവിന്ദ് ഇവരെല്ലാം എൻ്റെ ടീംമേറ്റ്സ് ആയിട്ട് ഇത് ചെയ്തിട്ടുണ്ട്. പക്ഷേ +1 ഒക്കെ ആയപ്പോഴത്തേക്ക് പുള്ളി പോയി. അപ്പം ഒരു ഗ്രൗണ്ടില്ല ഇതായ സമയത്താണ് എലക്യൂഷൻ രണ്ടാമത് ട്രൈ ചെയ്യുന്നത്. അതാകുമ്പോൾ ടീം വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് ചെയ്താൽ മതി, പിന്നെ മറ്റതിൻ്റെ അത്ര എഫേർട്ട് വേണ്ട, ഒരേ സെറ്റ് പഠിച്ച് ഒരു മിക്സ് ആൻഡ് മാച്ചിൽ യൂസ് ചെയ്യാം. സോ ഐ സ്റ്റാർട്ടഡ് ഗോയിങ് ഫോർ എലക്യൂഷൻ ആൻഡ് എന്താ പറയണ്ടേ, ഫോർച്ചുനേറ്റ്ലി അത് വർക്കായി. അത് വർക്കായതാണ് പിന്നീടുള്ള എല്ലാ ചേഞ്ചസിനും കാരണം. അതും ഇവിടെ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യാൻ ഒരുപാട് ചേഞ്ച് ഓഫ് ദ ഫേസ് ഇവിടെ നമുക്ക് പലപ്പോഴും കണ്ടിട്ടുണ്ട് സിദ്ധാർത്ഥിൽ. ഇപ്പം IT ആയാലും യു ആർ ദ വൺ ഹൂസ് ഗോയിങ് ITs തന്നെ പ്രത്യേകിച്ച് നിങ്ങൾക്ക് പോയതോടുകൂടി ഐ തിങ്ക് ആ ഒരു സ്ട്രീമിൽ നമുക്ക് പോയി എന്ന് വേണമെങ്കിൽ പറയാം. ദെൻ എപ്പോഴാണ് ഈ സിവിൽ സർവീസ് എന്നൊരു തോട്ട് സിദ്ധാർത്ഥിന്? സാർ അത് നമ്മളിവിടെ പഠിക്കുമ്പോൾ എല്ലാ ആൾക്കാരും പറഞ്ഞും സംസാരിച്ചും ഒക്കെയാണ് നമുക്ക് അറിയാവുന്നത്. ഇപ്പോൾ എല്ലാ ആൾക്കാരും പറയുന്ന പോലെ നമ്മുടെയൊക്കെ ചൈൽഡ്ഹുഡിൽ 2014 ഇതിൽ ഹരിത വി കുമാർ മാം, ശ്രീറാം വെങ്കട്ടരാമൻ സാറ്, ആൽബി ജോൺ വർഗീസ്, ഇവർ 3 പേരും ടോപ്പ് 4ൽ 3 പേര് മലയാളികൾ വരുന്നൊരു സമയത്താണ് ഈ പരീക്ഷ ഇങ്ങനൊരു പരിപാടിയാണ്, ഈ ഒരു പരീക്ഷയിൽ റാങ്ക് ചെയ്താൽ ഇങ്ങനെ ന്യൂസ് വരും എന്നൊക്കെ ഉള്ളത് നമ്മൾ ആദ്യമായിട്ട് അറിയുന്നത്. പക്ഷേ അത് ഈ പറഞ്ഞ പോലെ ഉള്ളിലുണ്ട് എന്നുള്ള അല്ലാണ്ട് തീവ്രമായ ആഗ്രഹമോ അങ്ങനെ ഒരു പോയിൻ്റൊന്നും ആയിട്ട് ഇല്ല. നമ്മൾ ക്വസ്റ്റിന് പോകുന്നു, ഡിബേറ്റിന് പോകുന്നു, അവിടെ ചെല്ലുന്ന എല്ലാ ആൾക്കാരും ഇതിനാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് പറയുന്നു. അല്ലെങ്കിൽ മത്സരം കഴിയുമ്പോൾ അവർ പറയുന്നു ഇതിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ എക്സാമിനേഷനിൽ നിങ്ങൾക്ക് ഗുണം ഉണ്ടാവും എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഐഡിയ എനിക്കും ഉള്ളൂ. പിന്നെ കോളേജ് കഴിഞ്ഞ ഒരു പോയിന്റിൽ ഞാൻ എൻ്റെ സീനിയറായിരുന്ന ഗൂഗിൾ എന്ന് പറഞ്ഞൊരു ചേട്ടൻ കോളേജിലെ സീനിയറായിരുന്നു, പുള്ളിക്ക് വേണ്ടി സ്ക്രൈബായിട്ട് എക്സാം എഴുതി. അപ്പോൾ എക്സാമിനെ കുറിച്ച് മനസ്സിലാക്കി. പിന്നെ ഞാനിവിടെ ലീഡ് IASൽ ജോയിൻ ചെയ്ത് പഠിക്കാം എന്നുള്ളൊരു മൈൻഡിലേക്ക്, അങ്ങനെയാണ് എക്സാമിലേക്ക് സീരിയസ് ആയിട്ട് വരുന്നത്. സിദ്ധാർത്ഥൻ്റെ സബ്ജക്റ്റ് ഇംഗ്ലീഷാണ്. Why did you choose English? അത് ഈ പറഞ്ഞ 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന് ലിറ്ററേച്ചറിനോട് എനിക്ക് ഇഷ്ടമായിരുന്നു, വായിക്കാനും ഒക്കെ. പക്ഷെ മലയാളമായിരുന്നു കൂടുതൽ ഇഷ്ടം. സോ ഡിഗ്രിക്ക് ചേരുന്ന പോയിന്റിൽ ഞാൻ വിചാരിച്ചത് ഈ പറയുന്ന പോലെ അന്ന് RBIയുടെ ക്വസ്റ്റനൊക്കെ പോയതുകൊണ്ട് ഞാൻ എക്കണോമിക്സ് നിറയെ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഐ തോട്ട് ഐ വിൽ ജോയിൻ എക്കണോമിക്സ്. അതായിരുന്നു എൻ്റെ ഫസ്റ്റ് ഓപ്ഷൻ ഇവാനുവസിൽ. 2 ഇംഗ്ലീഷ്, 3 ജേർണലിസം. അപ്പോൾ അവിടെ കൊടുത്തപ്പോൾ നമുക്കറിയാമല്ലോ സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവർക്ക് ഇൻഡെക്സ് മാർക്ക് ഇല്ലാത്തതുകൊണ്ട് എക്കണോമിക്സ് എനിക്ക് കിട്ടിയില്ല. അപ്പോൾ ഇംഗ്ലീഷ് വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇംഗ്ലീഷ് എടുക്കണോ അതോ സംവെയർ ഔട്ട്സൈഡ് ഈ പറയുന്ന പോലെ എക്കണോമിക്സ് മാനേജ്മെൻറ്റ് സീറ്റോ കാര്യങ്ങളൊക്കെ നോക്കണമെന്ന് വന്നു. ആ പോയിന്റിൽ ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഇംഗ്ലീഷിൽ എനിക്ക് കുറേ വീക്ക്നെസ് ഉണ്ട്. ഇപ്പം ഈവൻ ഇഫ് എനിക്ക് അന്ന് മാർക്കുണ്ട് ഇംഗ്ലീഷിന്, എഴുതാൻ പറ്റും, ഞാൻ ഇംഗ്ലീഷ് അത്യാവശ്യം സംസാരിക്കും. ബട്ട് സ്റ്റിൽ അതൊന്നും ഒരു വൈഡർ ഗ്ലോബൽ നാഷണൽ കോമ്പറ്റീഷൻസിൽ വരുമ്പോഴത്തേക്കും നല്ലൊരു ഇതായിട്ട് എനിക്ക് തോന്നിയില്ല. ദാറ്റ്സ് ബിയോണ്ട് മൈ കംഫർട്ട് സോൺ എന്ന് എനിക്കറിയായിരുന്നു. സോ ഐ തോട്ട് എന്നാൽ പിന്നെ ഇംഗ്ലീഷ് പഠിക്കാം, കാരണം അത് നമുക്ക് എവിടെയായാലും യൂസ് വരും, ഈ എക്സാമിനേഷൻസിൽ യൂസ് വരും. അല്ലെങ്കിൽ ഇനിയിപ്പോൾ എക്സാമിനേഷൻ അല്ല, ഞാൻ വേറൊരു പ്രൊഫഷനിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് മലയാളം എനിക്ക് പ്രൊഫഷനാണ്, എനിക്കറിയാം, എനിക്ക് മലയാളത്തിൽ സംസാരിക്കാൻ പറ്റും, എഴുതാൻ പറ്റും. അപ്പോൾ രണ്ടാമത് ഇംഗ്ലീഷിലും ആ ഒരു പ്രൊഫഷൻസി നേടിയെടുക്കണം. അതിനോടൊപ്പം എനിക്ക് ലിറ്ററേച്ചർ ഇഷ്ടമാണെന്നുള്ളതുകൊണ്ടാണ് ഇംഗ്ലീഷ് എടുത്തത്. ഓൾറെഡി പറഞ്ഞു ക്വിസ്, ഡിബേറ്റ്, ഇതെല്ലാം ഓൾറെഡി ഒത്തിരി സിദ്ധാർത്ഥിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാകും. ഇന്ന് നമ്മുടെ സ്റ്റുഡൻസ് ആണെങ്കിൽ പോലും
ആക്ച്വലി അവരെ ആ ഒരു ഫീൽഡിലേക്ക് കൊണ്ടുവരാനായിട്ട് നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ട്. സോ വാട്ട് ഇസ് യുവർ അഡ്വൈസ്? അത് അഡ്വൈസ് ഒന്നുമല്ല ടീച്ചർ, ഈ പറഞ്ഞ പോലെ എനിക്ക് യുവർ ടിപ്സ് യു ക്യാൻ ഷെയർ. ഒന്ന് നമുക്ക് കുറച്ചുകൂടെ ഇപ്പോഴത്തെ കുട്ടികളുടെ അറ്റൻഷൻ സ്പാൻ വളരെ കുറവാണ്. അപ്പോൾ അവരുടെ ഒരു രീതിയിലേക്ക് ഇപ്പോൾ നമ്മൾ സാധാരണ പണ്ട് നമുക്കൊരു സോഷ്യൽ സയൻസ് ക്വിസ് എന്ന് വെച്ചാൽ ആൾ വരും, ഇന്ന് നമുക്ക് ചിലപ്പോൾ അതിന് കിട്ടണമെന്നില്ല. നമുക്ക് മൂവീസിലോ ആനിമയിലോ അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ളിടത്തുനിന്ന് നമുക്ക് തുടങ്ങാം. അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ളിടത്തുനിന്ന് തുടങ്ങി അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള കണ്ടന്റ് നമ്മൾ ആദ്യം പമ്പ് ചെയ്യുക. അങ്ങനെ അതിൽ വരുമ്പോൾ അവർ ഈ ക്വിസ് എന്ന് പറയുന്ന ഫോമാറ്റിനോട് അവർക്ക് ഇഷ്ടം വരും. എന്നിട്ട് നമ്മൾ പതിയെ അവരെ ഡീവിയേറ്റ് ചെയ്തുകൊണ്ട് ഫ്രം അവർ സൈഡ് നമുക്കത് ചെയ്യാൻ പറ്റും. 1. 2 ടീച്ചർ എനിക്ക് തോന്നിയിട്ടുള്ള റിവാർഡാണ്. ഇപ്പം നമ്മളൊരു ചെറിയ ഇവൻ്റ് നടത്തി ചെറിയൊരു സമ്മാനം കൊടുത്ത് ഇപ്പം നമ്മളെയൊക്കെ പുഷ് ചെയ്തിട്ടുള്ള കോളേജ് ടൈമിലൊക്കെ വീട്ടിൽ ഡിപ്പെൻഡ് ചെയ്യാതെ കുറച്ച് പൈസ നമുക്ക് കിട്ടും. കോമ്പറ്റീഷൻ നമ്മുടെ ഫിനാൻഷ്യലി നമ്മളൊന്ന് സ്റ്റേബിൾ ആക്കുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ ഇപ്പോൾ നമുക്കിപ്പോൾ സ്കൂൾ കുട്ടികൾക്ക് പൈസ കൊടുക്കണം എന്നുള്ളതല്ല, എന്നാലും ചെറിയ ചെറിയ ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ വെച്ച് സ്കൂളിൽ തന്നെ നമുക്ക് ചെറിയ പ്രോഗ്രാംസ് ഒക്കെ നടത്താൻ പറ്റി കഴിഞ്ഞാൽ അത് ചിലപ്പോൾ കുറച്ചുകൂടെ അവർക്ക് അട്രാക്റ്റീവ് ആയിട്ട് തോന്നുന്നു ടീച്ചർ. കുട്ടികളുടെ ഏറ്റവും ഇപ്പം സിദ്ധാർത്ഥ തന്നെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളതാണ്. ദിശ എന്ന് പറഞ്ഞ് നമ്മൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ കുട്ടികളിൽ ആ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കുക ഇറ്റ്സ് നോട്ട് ഈസി. ബിക്കോസ് അവർക്ക് ഈവൻ നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ ഒരു അഡീഷണൽ പോയിന്റ് പഠിപ്പിച്ച് കഴിഞ്ഞാൽ ഉടനെ ചോദിക്കുന്ന ചോദ്യം, ടീച്ചർ നമുക്ക് പഠിക്കാനുള്ളതല്ലല്ലോ, പിന്നെ നമ്മളത് പഠിക്കണോ? ദാറ്റ് ഇസ് എൻറ്റയർലി ഡിഫറെൻറ്റ്. നമുക്ക് ആ ഒരു നമ്മുടെ എന്താ പറയുക, നമ്മൾ തന്നെ ഡ്രെയിൻ ഔട്ട് ചെയ്ത് പോകുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പോൾ സിദ്ധാർത്ഥിനെയൊക്കെ ഞാൻ പഠിപ്പിച്ചിട്ടില്ലാൽ പോലും ക്വിസിനൊക്കെ പോകുമ്പോഴത്തേക്ക് എത്ര മെറ്റീരിയൽ കൊടുത്താലും ഈ വാസ് റെഡി. അതിനപ്പുറം സിദ്ധാർത്ഥ് കളക്ട് ചെയ്യുമായിരുന്നു ആ മെറ്റീരിയൽസ്. അപ്പം ആ ഒരു ഡിഫറൻസ് വി ആർ ഫീലിംഗ് ഇറ്റ് നൗ. ഞാനത് പറഞ്ഞു വന്നപ്പോൾ അങ്ങനെയാണ് പറഞ്ഞു പോയതാ. ദെൻ വാട്ട് എൽസ്, ഹൗ ഡു യു ഫീൽ അബൌട്ട് ചിന്മയ? ടീച്ചർ ഈ പറയുന്ന ഇന്നിവിടെ ഇരുന്ന് സംസാരിക്കുന്ന രീതിയിലേക്ക് എന്നെ ആക്കിയത് സ്കൂളിൽ തന്നെ. നമ്മൾക്ക് ഇവിടെ വി ആർ ഗിവിങ് മോർ ഇമ്പോർട്ടൻസ് ടു വാല്യൂസ് ആൻഡ് ഓൾ. ഞാൻ അതാ ചോദിച്ചത്. നമ്മൾ എന്ത് പറഞ്ഞാലും ബേസ്ഡ് വാല്യൂ ആ ഒരു രീതിയിൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ആൻഡ് ഹൗ ഫാർ യു ഫീൽ, എന്താണ് അതിനെക്കുറിച്ച് സിദ്ധാർത്ഥന് തോന്നുന്നത്? അതെനിക്ക് പറഞ്ഞല്ലോ ടീച്ചർ, ഈ ഇപ്പം നമ്മളിവിടെ ഇരിക്കുന്നു എന്ന് പറയുന്നത് ഈ അക്കാഡമിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു പരീക്ഷ ജയിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രമല്ല, അല്ലെങ്കിൽ പരീക്ഷ ജയിക്കുന്നതിന് നമ്മുടെ അക്കാഡമിക് ക്വാളിറ്റീസ് മാത്രമല്ല ഹെൽപ്പ് ചെയ്തിട്ടുള്ളതെന്ന് വിചാരിക്കുന്നതാണ് ഞാൻ. എല്ലായിടത്തും പറയുന്നതാണ് ദെയർ വെയർ പീപ്പിൾ ഹു ഹെൽപ്പ് മീ ടു. അങ്ങനെ ഒരു ആൾക്കൂട്ടം അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് ആളുകൾ എൻ്റെ ഫാമിലിയായി കൂടെ ഉള്ളത് ഇവിടെ നിന്ന് ഞാൻ ഗെയിൻ ചെയ്തിട്ടുള്ള ചില എലമെൻറ്റ്സ് ആണ്. ഇവിടെ തൊട്ടാണ് എൻ്റെ ഫ്രണ്ട്ഷിപ്പുകൾ കൂടുതൽ വാംത്തുള്ളതായി മാറുന്നത്. ഇപ്പോൾ ടീച്ചറിന് തന്നെ അറിയാം, എൻ്റെ ഏറ്റവും വലിയ ഇത് ഗോകുലാണ്. ആൻഡ് അവനും അശ്വിനുമാണ് എൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്നത്. അപ്പോൾ ഗോകുൽ, അശ്വിൻ, ശ്രീഗോവിന്ദ്, കനിത്ത്, വിഷ്ണു, അപ്പോൾ ഈ പേരെല്ലാം ടീച്ചറിന് ഫെമിലിയറാണ്. ബിക്കോസ് ഇത് എൻ്റെ കൂടെ അല്ലെങ്കിൽ ഇവരുടെ പേര് പറയുമ്പോൾ എൻ്റെ പേര് പറയുമ്പോൾ ഇവരുടെ പേരോ പറയാതെ നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ ഈ ബോണ്ടിങ് ഉണ്ടായത് ഇവിടെ നിന്നുള്ള ഒരു സിസ്റ്റത്തിൻ്റെ പേരിലാണ്. ഇപ്പോൾ നമ്മൾ വാല്യൂ ആയിട്ടോ അല്ലെങ്കിൽ ഷെയർഡ്നെസ് അല്ലെങ്കിൽ ഈ ഫ്രറ്റേണിറ്റി, ബ്രദർഹുഡ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഇവിടെ നിന്ന് ഏൺ ചെയ്തതാണ്. അപ്പോൾ അങ്ങനെ മനഃപൂർവ്വം ഇത് പഠിച്ചു കളയാന്നുള്ളത് കൊണ്ടല്ല, അത് നാച്ചുറലി ഈ വരുന്ന ഒരു എൻവയോൺമെൻറ്റിൻ്റെ ഇൻഫ്ലുവൻസ് നമ്മളെ അങ്ങനെ കൊണ്ടുവരുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ല, അതുപോലെ തന്നെ നമ്മൾക്കിപ്പോൾ ഒരു ഇത് ഫേസ് ചെയ്യുമ്പോഴും ദിസ് മൈറ്റ് ഹാവ് ഹെൽപ്പ് യു നോ, എന്തെങ്കിലും ഒരു കോമ്പറ്റീഷന് പോകുമ്പോൾ അവിടെ വരുന്ന ഷോർട്ട് ഫോൾസ് മാനേജ് ചെയ്യാനും ഈ വാല്യൂസ് സിദ്ധാർത്ഥനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവില്ലേ? അങ്ങനെ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ്? ഉണ്ടായിട്ടുണ്ട് ടീച്ചർ. കാരണം ഇപ്പം നമ്മൾ കോമ്പറ്റീഷൻ ഒരുപാട് ടീച്ചറിനെ അറിയാം, നമ്മൾ പോകുന്നു തോക്കുന്നു ഈ പറയുന്ന പോലെ. ടീച്ചർ നമ്മളിപ്പോൾ സംസാരിച്ച് മൊത്തം ഞാൻ ജയിച്ച കോമ്പറ്റീഷനാണ്. അതൊരു 10 എണ്ണം ഉണ്ടെങ്കിൽ നമ്മൾ ഫെയിൽ ആയതൊരു 100 എണ്ണം ഉണ്ടാവും. അപ്പോൾ ആ സമയത്തൊന്നും ക്ലാസ്സിലേക്ക് കയറിയിട്ടില്ല. അപ്പോൾ ഡെയിലി ഇത് ചെയ്യുന്നു വരുന്നു എന്നുള്ള സമയത്തേക്ക് ഒരു സമയത്തും എന്നോട് ആശി ടീച്ചർ പറഞ്ഞിട്ടില്ല ഇനി നീ പോണ്ട, പരിപാടി കഴിഞ്ഞു എന്ന് ടീച്ചർ എന്നോട് പറഞ്ഞിട്ടില്ല. ടീച്ചർ വീണ്ടും പോവുക, ചിലത് ജയിക്കും, ചിലത് ശരിയാവും, ചിലത് ശരിയാവില്ല. അപ്പോൾ ശരിയാവാത്തതിന് ഒരിക്കലും ടീച്ചർ നമ്മളെ ഡിസ്കറേജ് ചെയ്തിട്ടില്ല, വീണ്ടും പോകാനേ ചെയ്തിട്ടുള്ളൂ. അതൊന്നാമത്തെ കാര്യം. കാരണം എല്ലാവരും പറയും എവിടെ നിന്നാണ് ഇത്രയും ഉളുപ്പില്ലായ്മ എനിക്ക് കിട്ടിയത്. കാരണം ഈ പറയുന്ന പോലെയാണ്, ലൈക്ക് ഐ ക്യാൻ ഗോ. ഇപ്പോൾ ഒരു തവണ എൻ്റെ അറ്റംപ്റ്റ് ഫെയിലായി അടുത്ത തവണ നിർത്തണം എന്നൊന്നും എനിക്കില്ല, എനിക്ക് വീണ്ടും കൊടുക്കാം. കാരണം അത് എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയ ഒരു എൻകറേജ്മെൻറ്റ് ഉണ്ട് എപ്പോഴും. ലൈക്ക് ടീച്ചർമാർ പറയും ഓക്കെ പോയാൽ മതി, കിട്ടും, അതെപ്പോഴും മനസ്സിൽ നമ്മുടെ ഉണ്ട്, അത് കിട്ടും, വൺ ഡേ നമ്മൾ വർക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. എനിക്കിപ്പോഴും ഓർമ്മയുള്ള അല്ലെങ്കിൽ ഞാൻ ഉള്ളിൽ എപ്പോഴും കീപ്പ് ചെയ്യുന്നൊരു സാധനം എന്ന് പറഞ്ഞാൽ ഞാൻ പ്ലസ് ടുവിൽ ടീച്ചറിന് ഓർമ്മയുണ്ട്. ഞാൻ ഹെഡ് ബോയ് ആണ്. അപ്പോൾ ആ വർഷം നമുക്ക് ദക്ഷയുണ്ട്. അതിൻ്റെ പിറകെ നമ്മുടെ ശാസ്ത്രമേള നമ്മൾ ഹോസ്റ്റ് ചെയ്തു, നമ്മൾ ഓവറോൾ അടിച്ചു. അതിനുശേഷം നമ്മൾ യൂത്ത് ഫെസ്റ്റിവൽ വന്നു സബ് ഡിസ്ട്രിക്റ്റ്. അതിൽ നമ്മൾ ആ വർഷത്തെ അതുവരെയുള്ള സ്ട്രീക്ക് ചെയ്ത് 16 ഫസ്റ്റ് പ്രൈസ്, നമ്മൾ 16 പേര് ഡിസ്ട്രിക്റ്റിലേക്ക് വരുന്നത്. അപ്പം ഇങ്ങനെ ഭയങ്കരമായ നമുക്ക് ബാക്ക് ടു ബാക്ക് ഇവൻറ്റുകളാണ് ആ വർഷം വന്നത്. ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് നമുക്ക് ഉണ്ടായിരുന്നു. ക്ലാസ്സിൽ കയറിയിട്ടില്ല,
ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫെബ്രുവരി ആയപ്പോൾ ഞങ്ങളെല്ലാവരും പ്രത്യേകിച്ച് ഞാൻ ഗൂഗിള് പറയുന്നില്ല അർജുൻ ബിയിൽ അർജുൻ അമിത് അപ്പോൾ നമ്മൾ ഭയങ്കര തീർന്നു. കാരണം +2 ആണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ശരിക്കും നമുക്കറിയില്ല എന്താ മുന്നോട്ടെന്ന് പറയുമ്പോൾ നമ്മൾ താഴെ നിൽക്കുമ്പോൾ രാജേശ്വരി ടീച്ചർ എന്നോട് ഗൂഗിളിനെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ചെയ്ത കാര്യങ്ങളെല്ലാം ഭയങ്കര അടിപൊളിയാണ്. രാജേശ്വരി ടീച്ചറാണ് പറയുന്നത്, ഭയങ്കര അടിപൊളിയാണ്, നിങ്ങൾ ഇട്ട എഫേർട്ടിനുള്ളത് നിങ്ങൾക്ക് എന്തായാലും കിട്ടുമെന്ന് ടീച്ചർ പറഞ്ഞു. അപ്പോൾ നമ്മൾ അതുവരെ ക്ലാസ്സിൽ അങ്ങനെ കയറിയിട്ടില്ല, പ്രോപ്പർ ഇത് ചെയ്തിട്ടില്ല, പരീക്ഷ എഴുതിയിട്ടുണ്ട് എന്നുള്ളതല്ലാതെ അത്രയും ഇത് ചെയ്തിട്ട് ഇത് ചെയ്തില്ല. അപ്പോൾ ടീച്ചർ അന്ന് പറഞ്ഞൊരു സാധനം ഞാൻ എപ്പോഴും മനസ്സിൽ കീപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു നല്ല കാര്യത്തിന് വേണ്ടി എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അത് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് എപ്പോഴെങ്കിലും അതിൻ്റെ ഗുണം നമുക്ക് കിട്ടും. ഞങ്ങൾക്ക് ആ പരീക്ഷയിൽ നല്ല രീതിയിൽ ആ എഫേർട്ടിൻ്റെ യൂസ് വന്നിട്ടാണ്. ഇപ്പോൾ ഞാനാണെങ്കിലും ഗൂഗിളാണെങ്കിലും ഇവരെല്ലാ ആൾക്കാരും ആണെങ്കിലും നല്ല മാർക്ക് കിട്ടി ആ +2 അവസാനത്തെ ഒരു മാസം വരുന്നിട്ടാണ് നമ്മൾ എല്ലാവരുടെയും വീട്ടിൽ ക്യാമ്പ് ചെയ്ത് പഠിച്ച് അങ്ങനെയാണെങ്കിലും നമ്മൾ ആ എക്സാം നല്ല രീതിക്ക് ക്ലിയർ ആവാൻ പറ്റി. ഇപ്പോൾ ടീച്ചർ പറഞ്ഞത് ആ ഒരു എക്സാമിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ലൈഫിൽ എപ്പോഴും ഞാൻ കീപ്പ് ചെയ്യുന്ന ഒരു സാധനം അതാണ്. നമ്മളൊരു നല്ല കാര്യത്തിന് വേണ്ടി ആത്മാർത്ഥമായി, എസ്പെഷ്യലി ഇതിപ്പോൾ നമ്മുടെ കാര്യത്തിന് വേണ്ടി മാത്രമല്ല, സ്കൂളിൻ്റെ മൊത്തവും ബാക്കി പല സ്റ്റുഡൻസിൻ്റെ സപ്പോർട്ടായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ ആൾക്കാർക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ എപ്പോഴും നമുക്ക് തന്നെ അത് ബെനിഫിറ്റായി വരും എന്നുള്ളത് ടീച്ചർ അന്ന് പറഞ്ഞു തന്ന സാധനം ഞാൻ എപ്പോഴും ലൈഫിൽ ഒരു ഇതായിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ 10 വർഷം കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് ഇപ്പോഴും ഞാനത് ഓർത്തിരിക്കുന്നത്, അത് ഞാൻ അത്രയും ഉള്ളിൽ വെച്ച് അതെപ്പോഴും ഞാൻ മനസ്സിലൊരു വാല്യൂ സിസ്റ്റമായിട്ട് കീപ്പ് ചെയ്യുന്നതാണ്. അടുത്ത വീണ്ടും ഒരു അഡ്വൈസ് പോലെ ചോദിക്കാൻ എനിക്ക്, ഇന്നത്തെ കുട്ടികൾ അതിനറിയാം, ഓൾമോസ്റ്റ് എവറിബഡി റീൽസിനും ഇതിനും അഡിക്റ്റാണ്. അപ്പോൾ പഠിക്കാൻ പറയുമ്പോൾ പോലും ആ ഒരു അറ്റൻഷൻ സ്പാൻ ഭയങ്കര പ്രശ്നമാണ്. സിദ്ധാർത്ഥിൻ്റെ മൈൻഡിൽ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ എങ്ങനെ ഇവരെ മാറ്റിയത്? ബിക്കോസ് ആസ് എ ടീച്ചർ ഞങ്ങൾ അഡ്വൈസ് ചെയ്ത് നോക്കി, വഴക്ക് പറഞ്ഞു നോക്കി, ഓൾമോസ്റ്റ് ഓൾ ദ തിങ്സ് നമ്മൾ കുട്ടികളുമായിട്ട് പാരൻസുമായിട്ട് പറഞ്ഞ് സംസാരിച്ച് നോക്കി. ഈവൻ ഇന്ന് ടീച്ചർ സംസാരിക്കുമ്പോൾ പാരൻസിൽ നിന്നൊരു ഫീഡ്ബാക്ക് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ദേ ആർ സ്റ്റഡി, പക്ഷെ അവർ പഠിക്കുന്നത് എന്താ? യൂട്യൂബിലുള്ള ഈ വീഡിയോസ്, ദേ ആർ ജസ്റ്റ് വാച്ചിങ് ഇറ്റ്. അത് ഈവൻ പാരൻസിനോട് പോലും പറയുമ്പോൾ അവർക്ക് മനസ്സിലാവുന്നുണ്ട് അവിടെ പഠിത്തം നടക്കുന്നില്ല, ദേ ആർ നോട്ട് സ്റ്റഡിങ് എന്നുള്ള കാര്യം, ദേ ആർ നോട്ട് അണ്ടർസ്റ്റാൻഡിങ്. സിദ്ധാർത്ഥിന് തോന്നിയിട്ടുണ്ടോ യു മൈറ്റ് ഹാവ് യൂസ്ഡ് ഓൾ ദീസ് മീഡിയാസ്, സോഷ്യൽ മീഡിയയും എല്ലാം യൂസ് ചെയ്ത് നമ്മൾ പഠിക്കാനായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ അത് എങ്ങനെ ഒന്ന് ചാനലൈസ് ചെയ്യാം, എങ്ങനെ അത് കുട്ടികൾക്ക് എഫക്റ്റീവായിട്ട് ചാനലൈസ് ചെയ്യാം എന്നുള്ളൊരു ഐഡിയ ഉണ്ടോ? എനിക്ക് തോന്നുന്നു ടീച്ചർ ഇതൊരു ഏജ് ഓഫ് ഡിസ്ട്രാക്ഷനാണ്. ഇൻ ദ ഏജ് ഓഫ് ഡിസ്ട്രാക്ഷൻ ഫോക്കസ് ഷുഡ് ബി യുവർ സൂപ്പർ പവർ എന്നുള്ളതാണ് നമ്മളെപ്പോഴും ഞാൻ എല്ലാ ആൾക്കാരോടും പറയുന്നൊരു കാര്യം. ഫോക്കസ് മിസ്സാവും. അത് ഒരു റീസൺ എന്ന് പറഞ്ഞാൽ ഇറ്റ് ബിഗിൻസ് ഫ്രം ഈ ഫാമിലി. കാരണം നമ്മൾ കുട്ടികളെ അവരെ ഇത് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ അവർക്ക് ഫോൺ കൊടുക്കുമ്പോൾ ഒബ്വിയസ്ലി അവരതിനകത്ത് ഇത് ചെയ്യും. ആൻഡ് ഈ പറയുന്ന ഗ്ലോബൽ ടെക് ജയൻസ് എല്ലാവരും അവരുടെ പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമ്മളുടെ ഫോക്കസിനെ അതിലേക്ക് കൊണ്ടുവരാനാണ്. ഇറ്റ്സ് ഒരു സർവൈലൻസ് ക്യാപിറ്റലിസം എന്ന് പറയുന്നതാണ്. അവർ നമ്മുടെ താല്പര്യങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാനാണ് ഇത് ചെയ്യണേ. അപ്പോൾ റീലായാലും അപ്പോൾ നമ്മുടെ അറ്റൻഷൻ സ്പാൻ കുറയും, നമ്മളെ അതിലേക്ക് അഡിക്റ്റീവ് ആക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളുണ്ട്. അത് എല്ലാം ഉണ്ട്. അത് ഈ സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം നമുക്ക് ഞാനാണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം അറിയുന്ന ഞാനാണെങ്കിൽ പോലും നമ്മൾ വൺസ് വി സ്റ്റാർട്ട് സ്ക്രോളിങ് അത് എൻലെസ് ആയിട്ട് പോകുന്നൊരു സംഭവം നമുക്ക് ഉണ്ട്. അപ്പോൾ ഈ ഒരു ലൂപ്പിനെ ബ്രേക്ക് ചെയ്യണം. അത് ഫസ്റ്റ് ബിഗിൻ ഫ്രം ഫാമിലീസാണ് ഒരു കാര്യം. 2, നമ്മൾ അവരുടെ ഫിസിക്കൽ ആക്ടിവിറ്റി പൊട്ടൻഷ്യൽസിനെ കുറച്ചുകൂടെ അൺലീഷ് ചെയ്യണം. മൊബൈൽ ഫോണിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി അവർക്ക് ക്രിക്കറ്റ് കളിക്കാനും ഫുട്ബോൾ കളിക്കാനും ഇത് ചെയ്യാനുമുള്ള സ്പേസസ് നമ്മൾ കൂടുതലാക്കി കൊണ്ടുവരണം. അപ്പോൾ നമുക്ക് തന്നെ സ്പേസിൻ്റെ ലിമിറ്റേഷൻ ഉണ്ട്. നമ്മൾ പല പോയിന്റിൽ പല രീതികൾ ഉപയോഗിച്ചാണ് അതിനെ. പക്ഷേ നമുക്കുള്ള സ്പേസിൽ തന്നെ അവരെ ഈ പറയുന്ന പോലെ കൂടുതൽ ഫിസിക്കൽ ആക്ടിവിറ്റീസിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നത് ഒരു നല്ല കാര്യമായിരിക്കും. ടീച്ചർ നമ്മൾ 3-4 തവണ നമ്മൾ പറഞ്ഞിട്ടില്ല, ടർഫിൻ്റെ കാര്യം ഒരു ഇതെടുത്ത് അവർക്ക് അങ്ങനെ ഒരു സ്പേസ് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു രീതി. പക്ഷേ അത് എഗെയിൻ ഫിസിക്കൽ മാത്രമേ ആവുന്നുള്ളൂ. ഇനി ക്ലാസ് റൂമിനെ നമ്മൾ ഈ പറഞ്ഞല്ലോ ഇതൊരു റേസാണ്. ടെക്നോളജി വളരുന്ന റേസിനനുസരിച്ച് നമ്മൾ ടീച്ചേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ ഫെസിലിറ്റേറ്റേഴ്സ് ആണെങ്കിലും അതിനനുസരിച്ച് നമ്മൾ ഔട്ട് പേസ് ചെയ്യാൻ പറ്റണം. ബിക്കോസ് അവർക്ക് തോന്നണം ലൈക്ക് ഞങ്ങൾ മൊബൈലിൽ സെർച്ച് ചെയ്യുന്നതിനപ്പുറത്തേക്ക് എന്തോ ഒരു സാധനം നമുക്ക് ഇവിടെ നിന്ന് കിട്ടും എന്നുള്ളൊരു ടെൻഡൻസിയിലേക്ക് കൊണ്ട് അത് ഡെഫിനറ്റ്ലി നമ്മുടെ ടീച്ചർമാർക്ക് പറ്റുന്നൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ആദ്യം അവരുടെ ബാക്കിയുള്ള ഇതിനെ ഫിസിക്കൽ ഗെയിംസിനെയും അതിനത്തെയും ബൂസ്റ്റ് ചെയ്യുകയും എന്നിട്ട് അവരുടെ ഈ ഒരു മെൻ്റൽ ഇതിലേക്ക് അവരെ നമ്മൾ ക്ലാസ് റൂമിലേക്ക് അവർ ഇൻട്രസ്റ്റിംഗ് ആയ രീതിയിലേക്ക് കൊണ്ടുവരികയും ചെയ്തു കഴിഞ്ഞാൽ ഐ തിങ്ക് നമുക്ക് ആ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ കുറേയൊക്കെ അവരുടെ ഡിപ്പെൻഡൻസിയാണ്, അവരുടെ താല്പര്യങ്ങൾ, അവർ വളർന്നു വന്ന സാഹചര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഇത്തരം കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നഡ്ജിങ് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. നേരത്തെ പറഞ്ഞിട്ട് ഇതെല്ലാം ഇതിൻ്റെ ഭാഗമാണ്. ക്ലബ് ആക്ടിവിറ്റീസ്, ക്വിസ്, എലക്യൂഷൻ, ഡിസ്കഷൻ, ഇതിലെല്ലാം അവരെ കൊണ്ടുവരികയും ആ ചെയ്യുന്ന ഓരോ കാര്യത്തിനെ അവരെ റിവാർഡ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ആ ഒരു സംഭവം ഭയങ്കരമായിട്ട് വരും. പണ്ട് നമ്മൾ ഹൗസസ് തിരിച്ച് കോമ്പീറ്റ് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളിലേക്കൊക്കെ കുറച്ചുകൂടെ ചില ഇടങ്ങളിൽ കോമ്പറ്റീഷൻ എപ്പോഴും നല്ലതാണ്. ആ ഒരു സ്പിരിറ്റ് അവർക്ക് ഉണ്ടാകുമ്പോൾ അവർ അതിനു വേണ്ടി എഫേർട്ട് ഇടാൻ
റെഡിയാണ്. സോ ഒരു ഹെൽത്തി കോമ്പറ്റേറ്റീവ് എക്കോസിസ്റ്റം ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് പറ്റിയാൽ അത് ഭയങ്കര അടിപൊളിയായിരിക്കും. ആശ ടീച്ചർ ഈ വർഷം റിട്ടയർ ചെയ്യാണ് അല്ലേ? സോ ആക്ച്വലി ഷീ ഈസ് വെരി മച്ച് ഹാപ്പി സിദ്ധാർത്ഥിൻ്റെ ഈ ഒരു 2 റിസൾട്ടും വന്നതിൽ അല്ലേ? വാട്ട് യു തിങ്ക് എന്തായിരിക്കും? അത് ശരിക്കും ഇത് ഞാൻ പറഞ്ഞില്ല, ഞാൻ ആശ ടീച്ചറിനുള്ള ഗുരുദക്ഷിണയായിട്ട് ഞാൻ ടീച്ചറിനോട് പറഞ്ഞു. കാരണം ഞാനിവിടെ വരുമ്പോൾ ഐ വാസ് വീക്ക് ഇൻ മാത്സ്, ഐ വാസ് വീക്ക് ഇൻ ഇംഗ്ലീഷ്. അപ്പോൾ എൻ്റെ എൻട്രൻസ് ഞാൻ ഒരുപാട് അടുത്ത് ഈ കഥ പറഞ്ഞിട്ടുണ്ട്. എന്നോട് അമ്മയും അച്ഛനും ആശ ടീച്ചറും പറയും ഇനി ഈ കഥ പറയായിരുന്നു. പക്ഷേ ഫോർ ഒബ്വിയസ് റീസൺസ് ഞാനത് പറയും. കാരണം ടീച്ചർ എൻട്രൻസ് റിസൾട്ട് എന്നിട്ട് ടീച്ചർ അമ്മയെ വിളിച്ചു, ഈ കുട്ടിക്ക് ഇംഗ്ലീഷിനും മാത്സിനും മാർക്കില്ല, അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഇവിടെ അഡ്മിഷൻ കൊടുക്കുക എന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞ് പഠിപ്പിച്ചോളാം എന്ന് പറഞ്ഞു. ടീച്ചർ ഓക്കെ, ടീച്ചറിൻ്റെ റിസ്ക്കിലാണ് എനിക്കിവിടെ 7th അഡ്മിഷൻ തന്നെ. കാരണം അന്ന് ഏതാണ്ട് എല്ലായിടത്തും അഡ്മിഷൻ ക്ലോസ് ആവുന്ന സമയം ഞാൻ ഒരു ഇതിലേക്ക് വരുമ്പോൾ ഡിസംബറിലാണ് ഞാനിവിടെ എൻട്രൻസ് എഴുതാൻ വരുന്നത്. അപ്പോൾ ടുവേർഡ്സ് ആ സമയത്ത് ഇവിടുത്തെയും അഡ്മിഷൻസ് എല്ലാം ഇതായി. എന്നിട്ട് മാർക്കില്ലാഞ്ഞിട്ട് ടീച്ചർ പറഞ്ഞു ടീച്ചറിൻ്റെ റിസ്കിൽ തരാം, അമ്മയും അച്ഛനും എന്നെ പഠിപ്പിക്കണം. അവർ സമ്മതിച്ച് അങ്ങനെയാണ് ഞാനിവിടെ വന്നത്. ആൻഡ് അപ്പോൾ അങ്ങനെ ആണ് ഞാൻ ഈ സ്കൂളിലും ഈ പറഞ്ഞ ബാക്കി കോമ്പറ്റീഷൻസും കാര്യങ്ങളും അല്ല. അപ്പോൾ ആശ ടീച്ചർ അന്ന് എൻ്റെ കാര്യത്തിലെടുത്ത റിസ്ക്കാണ് എന്നെ പിന്നെ ഈ പറഞ്ഞ എല്ലാത്തിലേക്കും വരുത്തിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എപ്പോഴും വിചാരിക്കുന്ന ആശ ടീച്ചറിന് അത് എല്ലാ കാലത്തും ടീച്ചർ ആ കരുതൽ എന്നോട് കാണിച്ചിട്ടുണ്ട്. കാരണം ഈ പറഞ്ഞ പ്രോഗ്രാമിൻ്റെ കാര്യങ്ങളെല്ലാം ആണെങ്കിലും ടീച്ചറോട് നമ്മൾ പല പോയിന്റിലും ഇത് ചെയ്യും. നമ്മൾക്കൊരു ന്യായമായൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചർ അത് എല്ലാ കാലത്തും കേൾക്കാനുള്ളതുണ്ട്. ഇനി നോ എന്നാണെങ്കിൽ അത് ടീച്ചർ മുഖത്ത് നോക്കി തന്നെ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഇപ്പോഴും ഇതുള്ള ഇപ്പോൾ നമ്മളെപ്പോഴും പറയും നമ്മുടെ ബാച്ചിൻ്റെ താഴെ നമ്മുടെ അസംബ്ലി നടക്കുന്നിടത്ത് നമ്മൾ സ്റ്റേജ് അങ്ങനെ ഒരു പരിപാടി പണ്ടില്ലായിരുന്നല്ലോ. ഞങ്ങൾ +2 ഇരിക്കുമ്പോൾ ടീച്ചർ പറഞ്ഞു ദക്ഷ നടത്താൻ നമുക്ക് പുറത്ത് സ്പേസ് തരില്ല, കട്ടായം പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഇതായി. കാരണം മെഡിറ്റേഷൻ ഹോളിൽ നടത്താൻ ഒരു ലിമിറ്റേഷൻ ഉണ്ട് നമുക്ക്. അപ്പോൾ രണ്ടാമത് നമ്മളെല്ലാം കൂടെ ചർച്ച ചെയ്ത് ഈ പറഞ്ഞ പോലെ അർജുനുണ്ട്, അമിത്തുണ്ട്, ഗോകുലുണ്ട്, ഞാൻ, ഇവരെല്ലാം നമ്മുടെ ഈ സർവ്വ ക്ലാസ് യോഗം കൂടിയിട്ട് നമ്മൾ പറഞ്ഞു എന്നാൽ ടീച്ചർ ഞങ്ങൾക്ക് ഫ്രണ്ടിൽ താഴെ അന്ന് പാർക്കിംഗ് ആണ്, ടീച്ചേഴ്സിൻ്റെ പാർക്കിംഗ് ആണ് അവിടെ ടീച്ചർ ഞങ്ങൾക്ക് ഒരു സ്റ്റേജ് കെട്ടിത്തരണം. നമുക്കിവിടെ മെഡിറ്റേഷൻ ഹോളിൽ മാത്രം ഇത് ലിമിറ്റ് ചെയ്യാൻ പറ്റില്ല, ഇത്രയും വലിയൊരു പരിപാടിയാണ്. അന്നത് എനിക്ക് തോന്നുന്നു അന്നത്തെ കാലത്ത് നിയർലി 5,000 to 10,000 നമുക്ക് കോസ്റ്റായി. ഏത് ടീച്ചർ അത് സമ്മതിച്ചു. ടീച്ചർ അത് സമ്മതിച്ച് നമുക്കത് ഇത് തന്നു. അവിടെയാണ് പ്രോഗ്രാം ഭയങ്കര അടിപൊളിയായിട്ട്, ബാക്കി പുറത്ത് പോകുന്നതിനേക്കാൾ അടിപൊളിയായിട്ട് പ്രോഗ്രാം നടന്നു. ആൻഡ് അത് പിന്നെ പെർമനൻറ്റ് സ്റ്റേജാക്കി മാറ്റി ടീച്ചർ. അപ്പോൾ അത് ഞങ്ങൾ വിചാരിക്കുന്നത് നമ്മളുടെ ഒരു ഐഡിയ ആണത് പിന്നീട് സ്കൂൾ അഡോപ്റ്റ് ചെയ്തതെന്നുള്ളത് ഒരു കാര്യം. അന്ന് ഈ പറഞ്ഞ പോലെ ടീച്ചറിന് വേണമെങ്കിൽ അത് ക്യാൻസൽ ചെയ്യാമായിരുന്നു. പക്ഷേ നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ പറയുന്ന കാര്യം ജസ്റ്റിഫൈഡ് ആണെന്ന് ടീച്ചറിന് തോന്നി. അതിന് വരുന്ന എക്കണോമിക് ഒന്നും ടീച്ചർ നോക്കിയതുമില്ല. ടീച്ചർ ആ സമയത്ത് നമ്മളെ ഇത് ചെയ്തിട്ടുണ്ട്. സെയിം ആണ് ആ ശാസ്ത്രമേളയ്ക്കും. നമ്മളിവിടെ അവിടെ തന്നെ സ്റ്റേജ് കെട്ടി, അവിടെ തന്നെ നമ്മുടെ ഓവറോൾ ഞാനാണ് അനൗൺസ് ചെയ്തത്, ഞാൻ തന്നെ പോയി വാങ്ങിച്ചു. അപ്പോൾ അങ്ങനത്തെ കുറേ മൊമെൻറ്റ്സ് അത് ശരിക്കും ടീച്ചർ തന്നിട്ടുള്ള കുറേ ടീച്ചർ നമ്മളെ ട്രസ്റ്റ് ചെയ്തു എന്നുള്ള സാധനമാണ് എനിക്ക് എപ്പോഴും തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ടീച്ചർ ഇറങ്ങുന്നതിന് മുന്നേ തന്നെ എൻ്റെ ഈ 5 പദ്ധതിയിലുണ്ടായിരുന്ന പരീക്ഷ പൂർത്തിയാക്കിയതിൽ എനിക്ക് സന്തോഷമാണ്. ദക്ഷയുടെ കാര്യം പറഞ്ഞു. ആക്ച്വലി ദക്ഷ ടീച്ചർ ക്ലാസ് ചാർജ് ഇരിക്കുന്ന ബാച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആക്ച്വലി ഇതൊരു എന്താ പറയുക, ഒരു പല കാരണങ്ങളിൽ അവരെ കുറച്ച് കാര്യങ്ങളിൽ ഒരു ഡീമോട്ടിവേറ്റഡ് ആയപ്പോൾ അവരെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവരിക എന്നൊരു ഉദ്ദേശമില്ല. ടീച്ചേഴ്സ് പലതും അവർ ശരിയല്ല, ക്ലാസ് ശരിയില്ല എന്നൊരു ടോക്ക് വരുമല്ലോ. അങ്ങനെ വന്നപ്പോഴത്തേക്ക് അവരെ ഒന്ന് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ആക്ച്വലി ദക്ഷ ടീച്ചർ അന്ന് പ്രപ്പോസ് ചെയ്തത്. പക്ഷെ പിന്നെ ഇത്രയും വർഷം നടക്കുമ്പോഴത്തേക്ക് നിങ്ങളെല്ലാം അതിൻ്റെ പാർട്ടായി ഓരോ പ്രാവശ്യവും അതിനെ ബ്യൂട്ടിഫുൾ ആക്കിയപ്പോൾ ഐ വാസ് ഓൾസോ ഫീൽ വെരി പ്രൗഡ്. ദക്ഷ ഹൗ ഫാർ എന്തൊക്കെ തരത്തിൽ സിദ്ധാർത്ഥിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? അത് പറഞ്ഞില്ലേ, ദക്ഷ റെപ്രസെൻറ്റ്സ് ദി ഇൻസ്റ്റിറ്റ്യൂഷണൽ കണ്ടിന്യൂറ്റി ഓഫ് ദ സ്കൂൾ. ഇപ്പോൾ ഞാൻ അനന്തു ചേട്ടനെ ആദ്യം കാണുന്നത് ദക്ഷയ്ക്കാണ്. ഈ പറഞ്ഞ എല്ലാ ആൾക്കാരും എനിക്ക് എപ്പോഴും ഞാൻ എൻ്റെ എഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റ്, ദക്ഷ കഴിഞ്ഞിട്ട് എഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോഴും ഓളിലുണ്ട്. കാരണം രഞ്ജിത്തേട്ടനാണെങ്കിലും അനന്തു ചേട്ടനാണെങ്കിലും പിന്നെ നദീമേട്ടനാണെങ്കിലും ഈ പറഞ്ഞ പോലെ ആ കാലഘട്ടത്തിലാണ് ഞങ്ങൾ പഠിക്കുമ്പോൾ ആര് ചേച്ചിയുണ്ട് ഇവിടെ. അപ്പം ഇവരെല്ലാവരും കൂടെയാണ്. നമ്മൾ ഒരിക്കലും ഒരു ബാച്ച് ഒറ്റയ്ക്കൊന്നും ദക്ഷ ഒന്നും നടത്തുന്നില്ല. കഴിഞ്ഞു പോയ ആൾക്കാരുടെ സപ്പോർട്ടും പിന്നെ അതേപോലെ ജൂനിയേഴ്സ്. നമ്മുടെ സമയത്ത് എഗെയിൻ ഞാൻ ആശ ടീച്ചറിനോട് ചോദിച്ചു, ടീച്ചർ നമുക്ക് വോളണ്ടിയേഴ്സിൻ്റെ ഒരു ഷോർട്ടേജ് വന്നപ്പോൾ ടീച്ചർ ഞാൻ 10 പിള്ളേരെ വിളിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ടാണ്. അന്ന് 10th 9th ഉണ്ടായിരുന്ന ആൾക്കാർ, ഇപ്പോൾ അനന്തു ഉണ്ടായിരുന്നു, ഹരി, ആദർശ്, ഇവരൊക്കെ എനിക്ക് വോളണ്ടിയേഴ്സായിട്ട് തന്നു. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഈ കണക്റ്റ് നിലനിർത്തി പോവുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞുള്ള 2 ദക്ഷയ്ക്ക് എനിക്കിവിടെ വരാൻ പറ്റി ജഡ്ജായിട്ട്. അപ്പോൾ ലൈക്ക് ദിസ് ഇസ് സംതിങ് ദാറ്റ് കണക്ട്സ് ജനറേഷൻ ടു ജനറേഷൻ ഓഫ് ദ സ്കൂൾ. അതൊന്ന്. 2, ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ അതിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. അത് കോർഡിനേറ്റ് ചെയ്ത് അത് ആ ടീം ഹെഡ് ചെയ്ത ഒരാളെന്നുള്ള നിലയിൽ അന്ന് എനിക്കൊരു സ്മിത ടീച്ചറായിരുന്നു ഞങ്ങളുടെ അഡ്വൈസർ. അപ്പോൾ ടീച്ചർ ഞാനും കൂടെ ഒരു പുസ്തകം എടുത്ത് 4 ഇവൻറ്റ്സ് ഉണ്ട്, 4 ഇവൻറ്റ്സിൻ്റെ പ്രിപ്പറേഷൻ കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്ത് നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. കറണ്ട്
കറണ്ട് പോയി എല്ലാ വെന്യൂലും നമുക്ക് അറിയുള്ളൂ, നമുക്ക് ഇത് വന്നാൽ നമ്മൾ പെട്ടു. അവസാനം എനിക്ക് അറിഞ്ഞൂടാ എന്താ ചെയ്യേണ്ടതെന്നുള്ള ഡിലേ ആകും എന്നുള്ളത് അറിയാം. ഞാൻ രണ്ടും കൽപ്പിച്ച് ഞാൻ എല്ലാ വെന്യൂസിലും ചെന്നിട്ട് വന്ന ഗസ്റ്റ് ആയിട്ടുള്ള ടീച്ചേഴ്സിനുള്ള ഞാൻ പറഞ്ഞു, ടീച്ചർ സോറി, നമുക്ക് ഇങ്ങനെ ഒരു ടെക്നിക്കൽ ഡിഫിക്കൽട്ടി ഉണ്ട്. ഇവർ ഓക്കെ കുഴപ്പമില്ല, നമുക്ക് അതിനെന്താ പ്രശ്നം, അത് നമ്മുടെ ഇതാണ്. അപ്പം ഇതെല്ലാം നമ്മുടെ സ്കൂൾ ഫാമിലി സിസ്റ്റം, ചിന്മയ ഫാമിലി എന്നുള്ള ഇതിൻ്റെ പാർട്ടാണ്. ഇപ്പോൾ നമ്മൾ ഹോസ്റ്റ് ചെയ്യുന്നിടത്ത് ഞാൻ അവർ സോറി പറയുമ്പോൾ ദേ ആർ ഓൾ ഓക്കെ വിത്ത് ദാറ്റ്. അവിടെ നിന്നാണ് ഞാൻ മനസ്സിലാക്കിയത് നമ്മളൊരു ഇവൻറ്റ് നടത്തുമ്പോൾ നമ്മൾ എടുക്കേണ്ട റെസ്പോൺസിബിലിറ്റീസ്, അത് ഈ പറയുന്ന സോറി പറയാം നമ്മുടെ ഭാഗത്ത് തെറ്റല്ല എങ്കിൽ പോലും നമുക്ക് മാപ്പ് പറയാൻ അല്ലെങ്കിൽ ഒരു സോറി പറയാൻ നമ്മൾ മനസ്സ് കാണിച്ചാൽ ബാക്കിയുള്ള ആൾക്കാർ നമ്മൾ ലിസൺ ചെയ്യുന്നുള്ള, അങ്ങനെ ഇതൊരു ചെറിയ സ്നിപ്പറ്റാണ്. ഇതേപോലെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ അത് ഓർഗനൈസ് ചെയ്യുന്നതിനിടെ ഞാൻ മാത്രമല്ല ഈ പറഞ്ഞ എല്ലാ ആൾക്കാർക്കും അങ്ങനെ പല റിയലൈസിങ് മൊമെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. സിദ്ധാർത്ഥിനെ സംബന്ധിച്ച് ഞാൻ ചോദിക്കുമ്പോൾ വീണ്ടും പഠിത്തം ഇതിലേക്ക് പോവുകയാണ്, എന്നാൽ പോലും ഒരു പർട്ടിക്കുലർ സ്റ്റഡി ഹാബിറ്റ്സ് ഉണ്ടായിരുന്നു സിദ്ധാർത്ഥിന്? ടീച്ചർ തന്നെ ഇത് ചോദിക്കണം, ഇല്ല അറിയാലോ ടീച്ചർ. എൻ്റെ ഈ പറഞ്ഞ പോലെ ലാസ്റ്റ് മൊമെൻറ്റ് റഷ് ആയിരുന്നു മിക്ക കാര്യങ്ങളും. 10th അതെ, 10th ഈ പറഞ്ഞ പോലെ എൻ്റെ മാത്സിന് എനിക്ക് A+ ഇല്ലാത്ത ഒരാളാണ്. അപ്പോൾ അത് പേപ്പർ പിന്നെ നമ്മൾ ടീച്ചർമാരെല്ലാം പറഞ്ഞിട്ട് അതെന്താ അങ്ങനെയെന്ന് പറഞ്ഞാൽ നമ്മൾ പേപ്പർ റിവാലുവേഷൻ എടുത്ത് നോക്കിയപ്പോൾ അതിനകത്ത് 95+6 11 എഴുതി വെച്ച പേപ്പറാണ് എൻ്റെ. അതാണ് എൻ്റെ ഒരു ഐഡിയ. അപ്പോൾ പക്ഷെ പിന്നെ ആണെങ്കിലും ഈ പറഞ്ഞ പോലെ ലാസ്റ്റ് മിനിറ്റ് റഷിലാണ് സ്കൂളിംഗ് ഒക്കെ, +1 ആണെങ്കിലും +2 ആണെങ്കിലും എല്ലാം ആ ഒരു റഷിലാണ് കംപ്ലീറ്റ് ചെയ്തത്. പക്ഷെ അത് ഒരു പരിധിവരെയൊക്കെ മാറ്റിയത് ഈ ഒരു ഫൈനൽ അറ്റംപ്റ്റ് ഓഫ് UPSC ആണ്. ആ സമയത്ത് ഞാൻ മനസ്സിലാക്കി ആ ഒരു പഴയ ഫൈനൽ റഷിലൊന്നും കാര്യങ്ങൾ നടത്താൻ പറ്റില്ല. സോ ഞാനൊരു 2 year ലോങ് പ്ലാൻ ഇട്ടു. കാരണം എനിക്കറിയാം എന്നെക്കൊണ്ട് ഒരു ദിവസം ഇതിൽ കൂടുതൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 1 year ഇത് നമുക്കത് കൺസീവ് ചെയ്യാൻ പറ്റുന്നൊരു എക്സാമും അല്ല. അപ്പോൾ 2 year ടൈമുണ്ട്. അങ്ങനെ ബ്രിക്ക് ബൈ ബ്രിക്ക് വർക്ക് ചെയ്തിട്ടാണ് ഞാൻ ആ ഒരു സ്ഥാനത്തിലേക്ക് വന്നത്. ഈ ഒരു പോയിന്റിൽ എനിക്കിപ്പോൾ സ്റ്റഡി ഹാബിറ്റ് ഉണ്ട്. സ്റ്റഡി ഹാബിറ്റ് എന്നല്ല ഞാൻ പറയുന്നത്, അതൊരു പ്ലാനുണ്ട്. എനിക്കൊരു ടാസ്ക് ഉണ്ടാവും, ഞാൻ ഒരു 6-7 ടാസ്ക് ഒരു ദിവസം ചെയ്യുമെന്നുണ്ട്. ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കി അത് ടിക്ക് ചെയ്ത് പോയി സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്തുന്ന ഒരു രീതിയിലേക്ക് ഞാൻ മാറി. പക്ഷേ സ്കൂളിൽ പഠിക്കുന്ന സമയത്തും ഈ ഹാബിറ്റ് ഇല്ല എങ്കിൽ പോലും മാക്സിമം ഞാൻ ഉള്ള ക്ലാസ്സിലെല്ലാം ഞാൻ ഇരുന്നിട്ടുണ്ട്, നോട്ടും കാര്യങ്ങളെല്ലാം ഇത് ചെയ്തിട്ടുണ്ട്. എക്സാമിൻ്റെ സമയത്ത് ഇപ്പം ചെറിയ ടേം എക്സാം ആണെങ്കിൽ അങ്ങനത്തെ പരീക്ഷയ്ക്കും പഠിച്ചെഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് ക്യുമുലേറ്റ് ചെയ്ത് എന്തായാലും ഫൈനൽ ഇതിലേക്ക് വന്നിട്ടുണ്ട്. അത് ഡെഫിനറ്റ്ലി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ബിയോണ്ട് ടെക്സ്റ്റ് ബുക്ക് വായിക്കാൻ ഞാൻ എല്ലാ പോയിന്റിലും ഞാൻ ക്യൂരിയസ് ആയിരുന്നു. അപ്പോൾ ആ ഒരു കാര്യം വരുന്നതുകൊണ്ട് തന്നെ ഇപ്പം പരീക്ഷയ്ക്ക് ടെക്സ്റ്റ് ബുക്ക് പഠിച്ചില്ലെങ്കിൽ പോലും ആൻസറിൽ കുറേ കാര്യങ്ങൾ എഴുതാനുള്ള പരിപാടി ഞാൻ എവിടെന്നെങ്കിലും കണ്ടെത്തിയിട്ടുണ്ട്. അതാണ് എൻ്റെ ഒരു ഹാബിറ്റായിട്ട് എനിക്ക് പറയാനുള്ളത്. ജസ്റ്റ് എ മിനിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി ടോക്ക് ഷോസ് അല്ല ആക്ച്വലി ഡിബേറ്റ് പോകുന്നുള്ളത്. ഹൗ വാസ് യുവർ എക്സ്പീരിയൻസ് ഓവർ ദാറ്റ്? അതും ഈ ഒരു റീഇൻവെൻറ്റിങ് മൈസെൽഫ് എന്നുള്ള സാധനമായിരുന്നു. ഞാൻ പറഞ്ഞ ഇവിടെ വന്ന സമയത്ത് എന്നെ പല ഇതിനകത്ത് എന്നെ അസംബ്ലിയിൽ ഇവിടെ നമ്മുടെ മിഷൻ പ്ലഡ്ജ് പറയാൻ വിളിച്ചു. ഞാൻ അത് കഴിഞ്ഞിട്ട് ജയ്ഹിന്ദസ് പറഞ്ഞു, നമ്മൾ ഓം തത്സത്ത് എന്നാണ് പറയുക. അപ്പോൾ ആശു ടീച്ചർ എന്നെ ഇങ്ങനെ നോക്കി, എന്താ ഇത്? അപ്പോൾ ഞാൻ ആലോചിക്കുന്നത് അപ്പോൾ അങ്ങനത്തെ ആളാണ്. എനിക്കിവിടെ വന്നു കഴിഞ്ഞാൽ ടെൻഷൻ വിറയൽ പരിപാടിയൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ ഒരു 8th 9th ഒക്കെ കഴിഞ്ഞ് ഈ RB കഴിയുന്ന പോയിന്റിൽ ഇതിൻ്റെ എല്ലാ ഫെലിസിറ്റേഷൻ സെറമണിക്ക് സംസാരിക്കാൻ വിളിക്കുന്നുണ്ട്. അപ്പോൾ എന്നെ കൊണ്ട് സംസാരിക്കാൻ പറ്റുന്നില്ല. സോ ഐ തോട്ട് എങ്ങനെയെങ്കിലും ഈ സാധനം ഒന്ന് പിടിച്ചേ പറ്റുമെന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ യൂത്ത് ഫെസ്റ്റിവൽ ഇതിനകത്തൊക്കെ പോയി തുടങ്ങി. എനിക്ക് ആദ്യമായിട്ട് +1 ഞാനൊന്ന് സ്റ്റേറ്റ് ലെവലിലേക്ക് സെലക്റ്റഡ് ആയി ചെല്ലുന്നത്. +1 സയൻസ് ഫെയറിലാണ്. അപ്പോഴാണ് ഓക്കെ ഞാൻ എന്നെ ഒരു സ്പീക്കറായിട്ട് ആൾക്കാർ അംഗീകരിച്ചു എന്നൊരു ബോധ്യമൊക്കെ എനിക്ക് വരുന്നത്. അതിനുശേഷം പിന്നെ ഞാൻ ആ സാധനത്തിൽ നല്ല എഫേർട്ട് ഇട്ടിട്ടുണ്ട്. ഞാനിത് എങ്ങനെയെങ്കിലും പഠിക്കാതെ ഒന്ന് അതിൻ്റെ കണ്ടൻറ് പാർട്ടിൽ അതെന്നെ UPSC വരെയും ഹെൽപ്പ് ചെയ്തിട്ടുള്ളതാണ്. പറയുന്ന കാര്യങ്ങളിൽ എപ്പോഴും ഒരു ഡേറ്റ വേണം, എക്സാമ്പിൾസ് വേണം എന്നുള്ള രീതിയിൽ അവിടെ ഒരു എഫേർട്ട് ഇട്ടിട്ടുണ്ട്. 2 കൂടുതൽ ആൾക്കാരോട് കമ്മ്യൂണിക്കേറ്റ്, പണ്ടത്തെ ആൾക്കാരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മാറി നിൽക്കുന്ന ഒരു രീതിയിൽ നിന്ന് മാറി കൂടുതൽ ആൾക്കാരെ പരിചയപ്പെടാൻ, സംസാരിക്കാൻ, അവരുടെ അടുത്തുനിന്ന് കാര്യങ്ങൾ പഠിക്കാൻ എനിക്ക് അവർ അവന്യൂ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള രീതികളിൽ ഒരുപാട് ഹെൽപ്പ് അതിൽ വന്നിട്ടുണ്ട്. ഡിബേറ്റ് കോമ്പറ്റീഷൻ കാര്യങ്ങൾ, ഒരുപാട് ആൾക്കാരെ കാണാനും അവരൊക്കെ എന്നെ പ്രിപ്പറേഷനിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ ഈ പറയുന്ന ഇമോഷണലി ഇത് വൾണറബിൾ ആവുന്ന സമയങ്ങളിൽ ഹെൽപ്പിംഗ് ഹാൻഡ് ഓഫർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ഫാമിലി സിസ്റ്റം ഉണ്ടാക്കിയെടുക്കാനും അതേപോലെ നമ്മുടെ ഒരു കോഗ്നിറ്റീവ് എബിലിറ്റീസിനെ, ഇൻ്റലക്ച്വൽ ക്യാപ്പബിലിറ്റീസിനെയൊക്കെ എൻഹാൻസ് ചെയ്യാനും ആ ഒരു ജേർണി ഹെൽപ്പ് ചെയ്തിട്ടാണ്. സിദ്ധാർത്ഥ് തന്നെയാണല്ലോ കേരളീയൻ കോമ്പറ്റീഷനും പോയിട്ടുള്ളത്. അവിടെയും ഈ ഒരു സ്റ്റൈൽ ഓഫ് സെഷൻ ഉണ്ട് തോന്നുന്നു അല്ലേ? 1 minute മലയാളത്തിൽ മാത്രം സംസാരിച്ചിട്ട് അത് കേരളീയം പറഞ്ഞ പോലെയാണ്. ഇവിടുത്തെ നമ്മുടെ ചിന്മയ കോമ്പറ്റീഷൻസ് എല്ലാത്തിലും നമ്മുടെ എനിക്ക് തോന്നുന്നു ഞാൻ കേരളീയം നരുവാമൂട് പോയിട്ടുണ്ട്. CQF ചിന്മയ കുന്നുംപുറത്ത് ഫൈനലിസ്റ്റ് ആയിട്ടുണ്ട്. ചിന്നൈറ്റി കാട്ടാക്കട അവിടെ നമ്മൾ ഇത് ചെയ്തിട്ടുണ്ട്. പിന്നെ ശാസ്ത്രോത്സവത്തിന് ലോക്കൽ ഹിസ്റ്ററി റൈറ്റിംഗ്, അങ്ങനെ എല്ലാ ചിന്മയ ഇവൻസിലും എന്തെങ്കിലുമൊക്കെ ഒന്ന് പാർട്ടാവാൻ ഞാൻ എപ്പോഴും
ശ്രമിച്ചിട്ടുണ്ട്. എക്സെപ്റ്റ് ഇൻ സ്പോർട്സ് അത് മാത്രം പറ്റുന്ന ഒരു പരിപാടി ആയിരുന്നില്ല. അത് നല്ല രീതിയിൽ നമുക്ക് കേരളീയമാണ് അതിൽ എന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് ഈ പറയുന്നത് പോലെ ഒരു കോൺഫിഡൻസ് തന്നിട്ടുള്ളത്. അജയപുരം സാറായിരുന്നു, അജയപുരം ജ്യോതിഷ് കുമാർ സാറാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ ക്വിസ് മാത്രമല്ല ഈ പറഞ്ഞ പോലെ സ്പീക്കിങ്ങും കൂടെ വരുന്നു എന്നുള്ളത് കൊണ്ട് കുറേ കാര്യങ്ങൾ കുറച്ചുകൂടെ ഒരു ഓഡിയൻസ് ഇൻട്രാക്ഷൻ വരും. അപ്പോൾ അവിടെ എനിക്ക് നമ്മുടെ വഴുതക്കാട് പോലെ തന്നെ എനിക്ക് അത്രയും കമ്പനി ഉള്ളൊരു സ്ഥലമായിരുന്നു നരുവാമൂട്. ബിക്കോസ് ഈ ഓരോ കേരളയും കഴിയുമ്പോഴും അവിടെ നിന്ന് ഫ്രണ്ട്സായിട്ടാണ് ഞാൻ വരിക. കാരണം നമ്മളെല്ലാ ചിന്മയും നമ്മൾ ഒറ്റ ബസ്സിലാണ് പോകുന്നത്. നമ്മൾ സെപ്പറേറ്റ് പോക്കൊന്നുമില്ല. നമ്മളെല്ലാ ചിന്മയിലും പാട്ടൊക്കെ പാടി ഇത് ഒരുമിച്ചാണ് പോകുന്നത്. അങ്ങനെ കിട്ടിയ ഒരുപാട് ഫ്രണ്ട്സ്. ഇപ്പോൾ സന്ദീപ് ഉണ്ട് ആറ്റുകാൽ. സന്ദീപ് ഇപ്പോൾ ഇന്ത്യൻ ഇൻഫർമേഷൻ സർവീസിലാണ് കഴിഞ്ഞ വർഷത്തെ എക്സാമിൽ കയറി. അപ്പോൾ അതിനുശേഷം ഞാൻ സന്ദീപിനെ കണ്ടിരുന്നു. അനന്തരാമൻ ഉണ്ടായിരുന്നു, അവരെ ആറ്റുകാലിൽ നിന്നാണ്. കുന്നംപുറത്ത് ഇതേപോലെ ഫ്രണ്ട്സ്. അപ്പോൾ ഈ പറയുന്നത് നമ്മൾ പല സ്കൂളാണെന്നൊരു ഫീൽ പലപ്പോഴും കിട്ടിയിട്ടില്ല. പലപ്പോഴും ഒരേ വെച്ച് പോകുന്നു. ക്യാമ്പുകൾ, യുവകേന്ദ്രയുടെ ക്യാമ്പുകൾ 3 വജ്ര ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അതും എല്ലാം കൂടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ നമ്മൾ വഴുതക്കാടാണെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ എല്ലാ ചിന്മയിലും ഫ്രണ്ട്സ് ഉണ്ട്, എല്ലാ ചിന്മയിലും പ്രോഗ്രാംസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അവിടുത്തെ എല്ലായിടത്തും ടീച്ചർമാർക്കും നമ്മളെ അറിയാം. അപ്പോൾ അങ്ങനത്തെ ഒരു ഫീലായിരുന്നു. കാരണം അവസാനമൊക്കെ +2 ഒക്കെ ആയി ഞാൻ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അന്ന് അവിടെ കണ്ട ആളല്ലേ, എൻ്റെ പേരും ഇതും വരെ ടീച്ചർമാർക്ക് അറിയാൻ പറ്റുന്നൊരു സിറ്റുവേഷനായിരുന്നു. അപ്പോൾ ചിക്ക് പറഞ്ഞപ്പോൾ തന്നെ ഇപ്പോൾ വീണ്ടും വജ്ര ക്യാമ്പ് വരികയാണ്. സോ ആ എക്സ്പീരിയൻസ് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ആദ്യമായിട്ട് ഇങ്ങനെ ഇതിന് മാറി നിൽക്കുന്ന യുവകേന്ദ്രയുടെ ക്യാമ്പാണ്. 9th +1 ഞാൻ പോയി. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് തിങ് നമ്മൾ വീട്ടിൻ്റെ കംഫർട്ട് സോണിൽ നിന്ന് മാറി നിൽക്കുന്നൊരു ഇത് ചെയ്യും. 2 പുതിയ സെറ്റ് ഓഫ് കൂട്ടുകാർ, അവിടെ ഗ്രൂപ്പായിട്ടുള്ള കോമ്പറ്റീഷൻസ് അല്ലെങ്കിൽ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. നമ്മൾ കബഡി കളി അങ്ങനത്തെ പരിപാടി എല്ലാം ഉണ്ട്. അപ്പോൾ ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ്. കുറേ പുതിയ ആൾക്കാരെ പരിചയപ്പെടാൻ, കുറേ ആക്ടിവിറ്റീസ് ചെയ്യാൻ, നമുക്ക് നമ്മളെ തന്നെ ഈ പറയുന്ന പോലെ ഒരുപാട് അവിടെ സംസാരിക്കാനുള്ള അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് തന്ന ഒരു സംഭവമാണ്. ശരിക്കും നമ്മുടെയൊക്കെ ഒരു ക്ലാസ്സിലിരുന്ന് പഠിക്കുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് ബിയോണ്ട് അതിലേക്ക് കുറേ നമുക്ക് ഇൻസൈറ്റ്സും കാര്യങ്ങളൊക്കെ തന്നിട്ടുള്ള ഒരു സ്ഥലമാണ് യുവകേന്ദ്രയും വജ്ര ക്യാമ്പ്. സോ അതൊരു ആസ് എ ടീച്ചർ ഇവിടെ നിന്ന് ഇറങ്ങുന്നു. സ്മിത ടീച്ചർ വാസ് 1 time മെൻറ്റർ എന്ന് പറഞ്ഞു. ദക്ഷിണ സോ ആസ് എ ടീച്ചറിനെ പകരം വരുന്നത് സ്മിത ടീച്ചറാണ്. ഹൗ ഡു യു ഫീൽ ഫോർ ദാറ്റ്? ഭയങ്കര ഹാപ്പിയാണ്. കാരണം സ്മിത ടീച്ചർ വന്നപ്പോൾ ഞാൻ വരുമ്പോൾ സ്മിത ടീച്ചറുണ്ട്. ആശ ടീച്ചർ ഇങ്ങനെ ഹാൻഡ് ഓവർ ചെയ്യുന്ന പോലത്തെ ഒരു റൂമിലിരിക്കുമ്പോഴാണ് ഞാൻ വരുന്നത്. സ്മിത ടീച്ചർ എന്നെ ഈ പറഞ്ഞ ഞാൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ്. എൻ്റെ +1 +2 സമയത്ത് അമിഷ ടീച്ചറും സ്മിത ടീച്ചറുമാണ് ഇംഗ്ലീഷ് ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സബ്ജക്റ്റ് വൈസ് ഉള്ളൊരു ഇതുണ്ട്. അതല്ലാതെ തന്നെ ഞാൻ പറഞ്ഞത് ദക്ഷയുടെ കോർഡിനേറ്റർ അന്ന് സ്മിത ടീച്ചറാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഓരോ ഇതിലും സ്മിത ടീച്ചറിനും ആശ ടീച്ചറിൻ്റെ കാര്യം പറഞ്ഞ കണക്കാണ്. ടീച്ചറിന് ലിമിറ്റ്സ് ഉണ്ട്. ഞാനൊരു കാര്യം പറയുമ്പോൾ അതവിടെ മതി, അതിൽ കൂടുതൽ വേണ്ടാന്ന് ടീച്ചറും കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് പറയും. പക്ഷെ നമ്മൾ ഇപ്പോൾ ഇൻ കേസ് എന്തെങ്കിലും ഒരു കാര്യം പറയുകയാണെങ്കിൽ അതും ടീച്ചർ ഒരുപാട് ഇത് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആ പ്രൊമോ ഷൂട്ട് എന്ന് പറഞ്ഞ ഒരു ദിവസം സ്കൂൾ മൊത്തം ക്യാമറയായിട്ട് നടന്ന് നമ്മൾ ആ കാര്യങ്ങളെല്ലാം ചെയ്ത്, അഭിഷേകമായിരുന്നു അതിൻ്റെ എഡിറ്റ് ചെയ്തതൊക്കെ. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളിൽ ടീച്ചർ നമുക്ക് വേണ്ടിടത്തുള്ള ഫ്രീഡം തന്നിട്ടുള്ള ഒരാളാണ്. സോ ഹാപ്പി ഈ പറഞ്ഞ പോലെ ആശ ടീച്ചർ ഇരുന്നൊരു റോളിലേക്ക് സ്മിത ടീച്ചർ വരുമ്പോൾ സ്കൂൾ ഗ്രേറ്റർ ഹൈറ്റ്സിലേക്ക് പോകുമെന്നൊരു വിശ്വാസം എന്തായാലും ഉണ്ട്. ഞങ്ങളൊക്കെ ഒരു ആഗ്രഹം സ്റ്റിൽ നല്ലൊരു റാങ്കാണ്. AR271 എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ ബാഡ് റാങ്ക്, അങ്ങനെയൊന്നുമല്ല. ബട്ട് സ്റ്റിൽ ഞങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലൊരു അഹങ്കാരം, അല്ലെ അഹങ്കാരം എന്ന് പറയുന്നത് അത്യാഗ്രഹം ഉണ്ട് എന്ന് പറയാം. ബിക്കോസ് വി വോണ്ട് യു ടു കം ഇൻ എ ബെറ്റർ റാങ്ക്. അപ്പോൾ അതിന് ഞങ്ങൾക്ക് എന്ന് പ്രതീക്ഷിക്കാം? സർ, അത് ഇപ്പോഴത്തെ റൂള് പ്രകാരം നമുക്ക് ഒരു തവണയും കൂടെ ഇനി എക്സാം എഴുതാൻ പറ്റുള്ളൂ. ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ ഒറ്റ തവണയും കൂടെ ഉള്ളൂ. പിന്നെ ഞാൻ ആലോചിക്കുന്നത് ഇപ്പോൾ ഇത് വെച്ചിട്ട് മോസ്റ്റ് പ്രോബബിളി എനിക്ക് റവന്യൂ സർവീസ് ആൻഡ് ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് എന്നുള്ളതാണ്. ഞാനൊരു മടിയനായതുകൊണ്ട് തന്നെ ദിസ് ഇസ് കൈൻഡ് ഓഫ് കുറച്ചുകൂടെ വർക്ക് ലൈഫ് ബാലൻസ് ഉള്ള ഏതെങ്കിലും പൊസിഷനിലേക്ക് വരും എന്നൊരു തോട്ട് എനിക്കുണ്ട്. അപ്പോൾ അതിൽ ചിലപ്പോൾ ഞാൻ ആ കംഫർട്ടിൽ ഞാനങ്ങ് ഇരിക്കും. എന്നാലും ഞാനൊരു അറ്റംപ്റ്റ് കൂടെ ഡെഫിനറ്റ്ലി കൊടുക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കുറച്ചുകൂടെ ഒരു ഇത് ചെയ്തിട്ട് ഈവൻ ഇഫ് അതില്ല എന്നുണ്ടെങ്കിലും ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എന്ത് കിട്ടുന്നോ അതിൽ സമാധാനം. ഓക്കെ, ഇത് മതി ആയിക്കോട്ടെ, സന്തോഷം എന്നുള്ളതാണ്. ആൻഡ് പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു ഓപ്പർച്യൂണിറ്റി കൂടെ എഴുതാൻ നമുക്ക് ഗവൺമെൻറ് അലോ ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി അത് എഴുതും. ഇമ്പ്രൂവ് ആവുകയില്ല എന്നുള്ളതൊക്കെ സെക്കൻഡ് തിങ്. പക്ഷേ എനിക്ക് തോന്നുന്ന എക്സാം എഴുതി കഴിയുന്ന ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂ കൂടെ പോകുന്ന പ്രോസസ്സാണെങ്കിൽ അത് വീണ്ടും നമ്മളെ തന്നെ റീഇൻവെൻറ്റ് ചെയ്യാൻ, നമ്മുടെ വീക്ക്നെസ്സിനെ മനസ്സിലാക്കാൻ, നമ്മളെ സ്ട്രെങ്തൻ ചെയ്യാൻ, ഒരുപാട് പുതിയ ആൾക്കാരെ പരിചയപ്പെടാനുള്ള ഒരു അവന്യൂ കൂടിയായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അതെനിക്ക് ബെനിഫിറ്റ് ആയിരിക്കും. ഈവൻ ഇഫ് റാങ്ക് ഇമ്പ്രൂവ് ആയില്ലെങ്കിലും കുറേ കൂടെ ഒരു നല്ല മനുഷ്യനാവാൻ എന്നെ ഹെൽപ്പ് ചെയ്യുമെന്ന് എനിക്ക് തോന്നിയിട്ടുള്ള ടീച്ചർ. ബിക്കോസ് ഞങ്ങൾ ഈ പറയാൻ കാര്യം പലരെ മീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും സിദ്ധാർത്ഥിൻ്റെ ആ ഒരു സ്ലോ പ്രോഗ്രസ് ഇങ്ങനെ കണ്ടുവന്ന ഞങ്ങൾക്ക് യു ആർ ആപ്റ്റ് ഫോർ ദാറ്റ് പൊസിഷൻ. ഞങ്ങൾ എല്ലാവരും സിദ്ധാർത്ഥിനോട് പറയുന്നൊരു കാര്യമാണ്, യു ഹാവ് ടു കം ഇൻ ദാറ്റ് എന്ന് പറയുന്നത്. അപ്പം ആ ഒരു സ്ലോ പ്രോസസ് സ്റ്റിൽ
ഞാൻ പറഞ്ഞില്ലേ ഒരു IAS IFS ഈ ഒരു പൊസിഷനിൽ സിദ്ധാർത്ഥിനെ കണ്ടതാണ് ഞങ്ങൾ. ബിക്കോസ് അറിയില്ല അതെന്താണ്, ബിക്കോസ് അത് സിദ്ധാർത്ഥിന് ചെയ്യാൻ സാധിക്കും എന്നൊരു കോൺഫിഡൻസ് ഉണ്ട്. സോ സ്റ്റിൽ വി തിങ്ക് യു വിൽ കം അപ്പ് വിത്ത് മോർ. അറിയില്ല വിട്ട് കളയരുത് എന്നൊരു റിക്വസ്റ്റ് ഉണ്ട്. സിദ്ധാർത്ഥ് ഇനി അല്ലെങ്കിൽ എന്തൊക്കെ സിദ്ധാർത്ഥിനെ നമ്മളോട് ഷെയർ ചെയ്യാൻ പറ്റും, വാട്ട് എവർ ഇറ്റ്സ്? ഫൈനലി എനിക്ക് തോന്നുന്നു എല്ലാ ആൾക്കാരോടായിട്ട് പറയുന്നൊരു കാര്യമാണ്. ഒന്ന്, എൻ്റെ പേഴ്സണൽ ലെവലാണെങ്കിൽ ടീച്ചർ ചോദിച്ച് വച്ചിട്ട് ഞാൻ എന്നെ തന്നെ ഇത് പറയുന്ന പോലെ ഒരു കോൺസ്റ്റൻറ്റ് സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് എന്നുള്ളൊരു സാധനമാണ്. എവിടെയാണെങ്കിലും എന്താണെങ്കിലും പുതിയ കാര്യങ്ങൾ അറിയാനും അതേപോലെ സ്വയം റെനോവേറ്റ് ചെയ്യാൻ നവീകരിക്കാനുള്ളൊരു സ്പേസ് ഉണ്ടാക്കി വെക്കാൻ കഴിയണേ എന്നാണ് എൻ്റെ ആഗ്രഹം. ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഇപ്പോൾ നമ്മൾ റാങ്ക് ലിസ്റ്റിൽ കാണുന്ന ഒരുപാട് ആൾക്കാരാണ്, എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്, ഈ പറയുന്ന പോലെ സോഷ്യോ എക്കണോമിക്കലി അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഡിസ്ക്രിമിനേഷൻ അനുഭവിക്കുന്ന രീതിയിൽ നിന്ന് ഉയർന്നു വരുന്ന ആളുകൾ. അപ്പോൾ അവരെ പോലെയുള്ളവരുടെ വിജയം, എൻ്റെ ഒരു സക്സസ് എന്നെയും ഈ പറയുന്ന പോലെ എൻ്റെ ഫാമിലി അല്ലെങ്കിൽ സ്കൂള് അങ്ങനെ ഒരുപാട് പേരിൽ ലിമിറ്റ് ചെയ്ത് വെക്കുമ്പോൾ അവരുടെ സക്സസ് ഒരു ഹോൾ സെറ്റ് ഓഫ് പോപ്പുലേഷൻ്റെ സക്സസ്സാണ്. അപ്പോൾ അങ്ങനെയുള്ള സക്സസ്സുകൾ കൂടുതൽ ആഘോഷിക്കപ്പെടണമെന്നും അങ്ങനെയുള്ള സക്സസ്സുകളെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരാളായിട്ട് മാറണമെന്നും എനിക്ക് എപ്പോഴും എൻ്റെ ഉള്ളിൽ ഒരാഗ്രഹമുണ്ട്. എൻ്റെ രണ്ടാമത്തെ കാര്യം എല്ലാവരോടുമായിട്ട് അല്ലെങ്കിൽ പ്രത്യേകിച്ച് നമ്മുടെ സ്കൂളിലെ സ്റ്റുഡൻസിനോടായിട്ട് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഈ ഇൻ്റർവ്യൂവിൽ തന്നെ പറഞ്ഞു, ഇവിടുത്തെ എൻട്രൻസ് പോലും നേരെ ചൊവ്വേ ക്വാളിഫൈ ചെയ്യാത്ത ഒരാളാണ് ഞാൻ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എൻ്റെ ഈ പറഞ്ഞ പോലെ ഞാനൊരു റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു പാസ്സായപ്പോൾ. 2021 നോട്ട് ക്വാളിഫൈഡ് ഫോർ മെയിൻസ്, 22 നോട്ട് ക്വാളിഫൈഡ്, 23 നോട്ട് ക്വാളിഫൈഡ്, 24 എക്സാമേ എഴുതുന്നില്ല, 25 ഫൈനലി ഈ പറഞ്ഞ പോലെ 2021 ഓഗസ്റ്റിൽ തുടങ്ങിയ ജേണി ഈ 2026 തീരണം. സോ അതുവരെ നിൽക്കാനുള്ള പേഷ്യൻസ് അല്ലെങ്കിൽ അതുവരെ എഫേർട്ട് ഇടാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മുടെ ലൈഫിൽ ഇപ്പോൾ നേരിടുന്ന സെറ്റ് ബാക്സുകളെല്ലാം നമ്മളെ കൂടുതൽ സ്ട്രോങ്ങർ ആക്കുകയുള്ളൂ, നമ്മളെ കൂടുതൽ ബെറ്റർ ആക്കുകയുള്ളൂ. സോ നമ്മുടെ സമയം വരുന്നൊരു സമയം ഉണ്ടാവും. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യാനും നമ്മൾക്ക് വേണ്ട കാര്യങ്ങൾക്ക് വേണ്ടി എഫേർട്ട് ഇടാനുള്ള മനസ്സും എല്ലാ കാലത്തും എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. താങ്ക് യു. ഹരി ഓം.